ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിൽ അവരെ മാറ്റിയിരുത്താൻ ശ്രദ്ധിക്കുക. ഇന്റിമസി ഈസ് നോട്ട് അബൌട്ട് സെക്സ്. ഒന്നും മുഖത്ത് പോലും നോക്കുന്നില്ല. എന്ത് കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു താരീഫ്, നമ്മൾ എന്താ പറയുക, ഒരു അക്നോളജ്മെന്റ് പോലും പറയുന്നില്ല. രാത്രി ആകുമ്പോഴത്തേനും അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റുമോ? ഒന്ന് മാറി കിടക്കുന്നല്ലേ പറയാൻ തോന്നുള്ളൂ. നമുക്ക് പ്ലഷർ തരാൻ പറ്റുന്ന ആളാണോ നമ്മുടെ റൊമാൻറ്റിക് പാർട്ട്ണർ എന്നുള്ളത് ആ ഒരു പ്രോസസ്സ് കൂടെ പോവാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഒരാളെ കണ്ടു, സംസാരിച്ചു, മിണ്ടി, കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ ഒരു സിനിമയ്ക്ക് പോയി, പിന്നെ വി ഹാവ് ടു സ്ലീപ് ടുഗെദർ. അതൊരു നോമാണ്. ഹൗ മച്ച് സെക്സ് ഇസ് എ നോർമൽ സെക്സ്? എന്താണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി? അങ്ങനെ ഉണ്ടോ? ഈസ് ഇറ്റ് ഓക്കെ ടു ഹാവ് ഒരു സെക്സ്ലെസ് മാരേജ് ഉണ്ടാവുന്നത് ഓക്കെ ആണോ? അതോ അതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ടോ? ഈ സ്ത്രീയുടെ ഒരു ഉത്തരവാദിത്തമാണ് പുരുഷനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളത്. എന്നാൽ പുരുഷന് ഉത്തരവാദിത്തം ഇല്ല സ്ത്രീയെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഈ പെനിട്രേറ്റീവ് സെക്സ് മെന്നിനാണ് വേണ്ടത്. ഫീമെയിലിന് ഓർഗാസ്മിക് ആവാനോ അല്ലെങ്കിൽ ഷീ നീഡ്സ് ടു ഹാവ് ദറ്റ് ആ ഒരു കംപ്ലീറ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഓർഗാസം ഇത് അതിൻ്റെ പെനിട്രേഷൻ നിർബന്ധമൊന്നുമില്ല. അടി ഉണ്ടാക്കി വരുന്ന കപ്പിളില്ലേ, ഒരു 90% പേരുടെയും പ്രശ്നം ഈ ഇന്റർകോഴ്സ് ഇല്ല എന്നുള്ളതായിരിക്കും. മെൻ ആർ സെക്ഷലി മോർ ആക്റ്റീവ്. അത് ഭയങ്കര നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം. ആണിനെക്കാട്ടിലും കൂടുതൽ വേണം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അത്രയും നന്നായിട്ടല്ല ആൾക്ക്. ഹി ഓൾറെഡി ഹാഡ് 15 ബോഡി കൗണ്ട് എന്ന് പറഞ്ഞത്. ബോഡി കൗണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അത്രയും പേരുടെ കൂടെ ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആയിന്ന്. പോൺ ആക്ച്വലി എല്ലാ കാലത്തും ഒരു വില്ലനായിട്ട് തന്നെ ഉണ്ട്. ഇപ്പം അവർക്ക് എത്തിക്കൽ പോൺ ഉണ്ടെന്നും, അല്ലെങ്കിൽ എത്തിക്കൽ പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഡിസൈസും കൂടെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള പോണുണ്ട്. അന്നേരം എന്താണെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ചെറുക്കൻ ഈ മൈറ്റ് ബി എ കോളേജ് ഗായ്, അവന് ഈ പറഞ്ഞ പോലെ മടിയിൽ കുറേ ബാഗ് ഉണ്ട്. അപ്പം ഇയാള് അവൻ്റെ പാൻറ്റിനകത്ത് കൈയിട്ടു. ഹി ഡസൻറ്റ് ഈവൻ നോ ദറ്റ് ഹി ഇജാക്കുലേറ്റഡ്, ദാറ്റ് വാസ് സെമൻ. അത് മനസ്സിലായിട്ട് പോലും ഇല്ല. അമ്മ ഇത് അലക്കുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകുമോ? അതാണ് ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ? പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് നോർമൽ ആണോ? സത്യത്തിൽ നല്ലപോലെ എന്താ പറയുക, ലൂബ്രിക്കേഷൻ ഉണ്ട്, റിലാക്സ്ഡ് ആണെങ്കിൽ അങ്ങനെ പെയിൻ ഇല്ലാത്തൊരു സാധനമാണ് സെക്സ്. ഹലോ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് യു ഇൻ യു മൈൻഡ്ഫുൾ. ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിൽ അവരെ മാറ്റിയിരുത്താൻ ശ്രദ്ധിക്കുക. അതല്ല നിങ്ങളെല്ലാവരും കൂടെ ഒരു റൂമിലൊക്കെ ഇരുന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും റിലേഷൻഷിപ്സിനെ പറ്റി പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഇൻടോളറൻസ് എന്നുള്ളൊരു വാക്ക് വരാറുണ്ട്. അസഹിഷ്ണുത എന്നുള്ളൊരു പദം. ഇത് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ റൊമാൻറ്റിക് പാർട്ട്ണറുമായിട്ടുള്ള നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു ഇൻറ്റിമസി കുറയുന്നത്, ഇൻറ്റിമസി ഫെയ്ഡ് ചെയ്യുന്നത്. നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ 24 hours ഒക്കെ സംസാരിച്ചിരുന്ന ആൾക്കാരുടെ ഒരു ഇൻറ്റിമസി എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഫാമിലി ലൈഫ് ആൻഡ് പാരൻറ്റിംഗ് കോച്ച് അമൃത കെ ഫ്രാൻസിസ് ആണ്. ഒരു സെക്സ് എഡ്യൂക്കേറ്റർ കൂടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫറ. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പ്രണയിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സൂൺ ആഫ്റ്റർ മാരേജ് നമ്മൾ പറയുന്ന ഒരു ഹണിമൂൺ പീരിയഡ് എന്നൊക്കെ പറയുന്ന സമയത്തും ഏറ്റവും നമുക്കെല്ലാവർക്കും തോന്നും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ഇയാളാണ്, നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ആൾ ഇയാളാണ്, നമ്മുടെ എല്ലാമാണ്. ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ശരിക്കും ഇൻറ്റിമസി ഫെയ്ഡ് ചെയ്ത് വരുന്നുണ്ടോ? ഒരു 5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ആയ ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും തന്നെ വേണ്ടാന്ന് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ, ആ ഒരു ഇൻറ്റിമസി കുറയുന്നത് ഈസ് ഇറ്റ് ജസ്റ്റ് എബൌട്ട് ഹോർമോൺസ്? അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുണ്ടോ? എങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്? ഇപ്പം ജീവൻ്റെ ജീവനാം കൂട്ടുകാരാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരണേ. ബേസിക്കലി ആദ്യം തന്നെ വേറൊരു ജെൻഡർ അല്ലെങ്കിൽ ഒരു പ്രണയം എന്ന് പറയുന്ന സാധനം ഇസ് ഓൾ എബൌട്ട് അട്രാക്ഷൻസ്, അഡ്വെഞ്ചേഴ്സ് ആൻഡ് ക്യൂരിയോസിറ്റി. അപ്പം ഞാനല്ലാത്ത മറ്റൊരാളെ കൂടെ നമ്മളിരിക്കുക, അല്ലെങ്കിൽ കൂടുതലൊരു ഇൻറ്റിമേറ്റ് ആവുക. ഇൻറ്റിമേറ്റ് ആവുന്ന പറഞ്ഞാൽ സെക്സിനെ ഉദ്ദേശിക്കേണ്ട, ജസ്റ്റ് വർത്തമാനം പറയുക, കൂടെ പുറത്ത് പോവുക, ഇതൊക്കെ വളരെ ക്യൂരിയോസിറ്റി ഉള്ള എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ നമുക്കൊരു സുന്ദരിയായ പെൺകുട്ടിയെ, നല്ല മെയ്വഴക്കമുള്ളൊരു കുട്ടിയെ കിട്ടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇത്രയുള്ള ബേസിക്കലി ഇപ്പോൾ ഞാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാലത്തുള്ള പ്രണയങ്ങളിൽ നിന്ന് തന്നെയാണ്. അവിടെയും ഈ പറയുന്ന പോലെ പ്രണയം തുടങ്ങുമ്പോൾ അതിനകത്ത് എന്താണ് ആദ്യമുള്ളത്? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇറ്റ്സ് ഓൾ അബൌട്ട് ലസ്റ്റ്.
അതിങ്ങനെ ഈ ദിവ്യമായ പ്രണയമൊന്നുമില്ല. ദിവ്യമായ പ്രണയം ഇല്ലെന്നല്ല പറയണേ, ഉണ്ട്. പക്ഷെ അതിനകത്ത് എപ്പോഴും ഉള്ളത് ഈ അട്രാക്ഷനാണ്. ഇങ്ങനെ ഒന്ന് തൊടാനും ഒന്ന് അടുത്തിരിക്കാനും ഒരു ഉമ്മ കൊടുക്കാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും ഇതിനൊക്കെയുള്ളൊരു കൊതി. ഇതെങ്ങനെ നമുക്ക് അവിടെ ഒളിച്ച് കാണുന്നു. ഇപ്പോൾ കല്യാണത്തിന് മുൻപൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ, പണ്ട് എഴുതുന്നു, എഴുത്ത് പിടിക്കുന്ന ഒരു പ്രശ്നം, പിന്നെ ഒളിച്ച് എവിടെയെങ്കിലും പോയി ഒന്ന് കാണുക, ബസ് സ്റ്റോപ്പിൽ ഇരുന്നൊന്ന് കാണുക. ഇതിപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി ഇപ്പോഴൊക്കെ. എന്നാലും നേരത്തെ കാണുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം കൗതുകമാണ്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ കൗതുകങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കാതിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുൻപ് നമ്മൾ ഇയാൾക്ക് ഇപ്പം ഏത് പാർട്ട്ണറാണെങ്കിലും കൊടുക്കുന്ന ഒരു സമയമോ ഒരു കരുതലോ അല്ലെങ്കിൽ കാണാൻ പോകുമ്പോഴത്തെ ഒരു ഇതോ ഒരു എക്സൈറ്റ്മെൻറ്റോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാളെ കാണാലോ, ആ ഒരു ബേസിക്സ് ആണ്. ഇപ്പം കിട്ടിക്കഴിഞ്ഞല്ലോ എന്നൊരു സാധനം നമ്മൾ നമ്മുടെ വീട്ടിലെ കൂട്ടിനകത്തെ കോഴിയാണ്. ഇനിയോ പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനമാണ്. ഒരാൾ പറഞ്ഞതാണ് അവൾ എൻ്റെ കൺട്രോളിലാണെന്ന്. ഒരു ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച് പറഞ്ഞ മാം അത് പേടിക്കണ്ട, അയാൾ എൻ്റെ കൺട്രോളിലാണ്. ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. ഈ പറയാത് ഈ പറയുന്ന പോലെ ഒരു കൂട്ടിനകത്ത് അടുപ്പ്. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ഇയാളുണ്ടല്ലോ, അപ്പം ഞാൻ ലേറ്റ് ആയാലും എന്താ കുഴപ്പം, അവളെ നാളെ കാണാലോ. ആ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് വരും ഒന്നത്. രണ്ടെന്ന് പറയുമ്പോഴത്തേനും കല്യാണം കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണേ, എങ്ങനെയാ ജീവിക്കാൻ പോണേ, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ക്ലാരിറ്റി ഇല്ലായ്മകൾ നമുക്ക് എവിടേക്കാണെന്ന് അറിയാതെ ഏത് റൂട്ടാണെന്ന് അറിയാതെ ഒരു യാത്ര പോയി നോക്കി ഒരു കൗതുകമില്ലേ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി റിസ്ക് ഫാക്ടർ ഉള്ളൊരു കൗതുകം അതുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുഡ് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഡിസെൻട്രി എന്തെങ്കിലും വന്നാൽ ആ സെയിം കൗതുകം പിന്നെ യാത്രയിൽ ഉണ്ടാവുമോ, ഉണ്ടാവില്ല. അത് തന്നെ റിലേഷൻഷിപ്പിലും. അപ്പം നമ്മൾ തുടങ്ങാതെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം തുടങ്ങി, മേ ബി ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാം. ഓക്കെ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരാളുടെ ജോലി പോയി അല്ലേ, ഷിഫ്റ്റായി, അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അപ്പം തന്നെ ഒരു ക്രൈസിസ് ആയി. അപ്പം നമുക്ക് ഈ ക്യൂരിയോസിറ്റി പോയി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ബേബി വന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ, പിന്നെ അതിൻ്റെ ഡയമെൻഷൻ തന്നെ മാറി. ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ഐഡിയ കുറച്ചുകൂടി നമ്മൾ റെസ്പോൺസിബിൾ ആകും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും, അല്ലെ ഇത് കല്യാണം കഴിഞ്ഞിട്ട് വേണം നിന്നെ ഇതൊക്കെ ഏൽപ്പിക്കാൻ എന്നായിരിക്കും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ തുടങ്ങിയതും തമ്മിൽ വ്യത്യാസം വന്നു. പിന്നെ ഒരു കുറച്ച് ഇതിപ്പോൾ ഈ 5 വർഷമൊന്നും ഇതിന് വേണ്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ പോയി. പിന്നെ ക്രൈസിസ് വരുന്ന പോയിന്റിൽ തന്നെ ക്രൈസിസിനേക്കാൾ ഉപരി നമ്മൾ പരസ്പരം ഉള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു പോവാണ് വെൻ വി ടേക്ക് സംതിങ് എൽസ് ആസ് എ പ്രയോറിറ്റി. ഓക്കെ, നമ്മൾ ഈ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു കൗതുകമോ ഒരു ക്യൂരിയോസിറ്റിയോ നമ്മൾ പരസ്പരം കീപ്പ് ചെയ്യാതിരുന്നാൽ ഇത് പോകാൻ അത്ര സമയമൊന്നും വേണ്ട. അതെങ്ങനെ കീപ്പ് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ നിന്ന് നിപ്പിൽ ഇറങ്ങി പോവോ? ഇല്ല, നമ്മൾ ഒരുങ്ങി സമയം ചിലപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടാവാം, നല്ല ആംബിയൻസിൽ മാത്രം മീറ്റ് ചെയ്യുന്നവരുണ്ടാവാം, ഇല്ലേ, ബാഡ് ബ്രത്ത് ഗുഡ് ബ്രത്ത് ഇത് അതുപോലും ശ്രദ്ധിക്കുന്നവർ എല്ലാം ഉണ്ടാവാം. സ്മെൽ ഗുഡ് ആൻഡ് എവരിതിങ്. ഇന്റിമസി, ഡിസയേഴ്സ്, ഇതെല്ലാം ഇസ് ഓൾ അബൌട്ട് ദ സെൻസസ്. 5 സെൻസസേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ്, ബിക്കോസ് ബ്രെയിൻ ഇസ് ദ ബിഗ്ഗസ്റ്റ് സെക്സ് ഓർഗൻ. നമുക്കൊരു ഇഷ്ടം തോന്നണം, ഒരു ആഗ്രഹം ഉള്ളിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ ഈ 5 ആൾക്കാർ ഒരുമിച്ച് നിൽക്കണം, അറ്റ്ലീസ്റ്റ് 2-3 പേരെങ്കിലും വേണ്ടേ. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോഴത്തേനും ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ ഒരു ഭോഗവസ്തുവായിട്ട് കാണുന്ന രീതിയിലല്ല. ഞാൻ പറഞ്ഞ 2 പേരെക്കുറിച്ചുമാണ്. അപ്പം ആദ്യം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഇതിനെയൊക്കെ ശ്രദ്ധിക്കുന്നതിനെ പോലെ ഒന്നും നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല. ആദ്യം ശ്രദ്ധിച്ചതുപോലെയൊന്നും വേണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പിള്ളേരൊക്കെ ഉണ്ടായി, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞു എന്ന് വിചാരിക്കുമോ, നമുക്കൊരു 2 കുട്ടികളുണ്ടായി, നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹസ്ബൻഡ് വരും, എത്ര പേര് ഓടി വരും കിച്ചണിൽ നിന്ന്? വലിയ കുട്ടികളാണ്, കഥകൊക്കെ തുറന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ തുറക്കും, അച്ഛനും അവരും കൂടെ മിണ്ടും. ചില ഭർത്താക്കന്മാർ അടുക്കളയിലേക്ക് വരും, വല്ല പാലോ ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തരുന്നു, തിരിച്ചു പോകുന്നു. നമ്മൾ ഓടി ചെന്നുമില്ല, അദ്ദേഹം ഈ പാല് കൊണ്ടുവരാൻ വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നുമില്ല. അപ്പം ഇതൊക്കെ തുടക്കത്തിലേയും പോവാം. ചിലപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് കയറി വരുന്ന ആൾക്കാരുണ്ട്, നമ്മൾ കുറച്ചേരം അവിടെ കാത്തു നിൽക്കും. അപ്പോൾ അവർ ഫോണിലാണ്, അവിടെ കാത്തു നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഉൾവലിയും. ഇങ്ങനെ പല പല ആസ്പെക്ട്സിലാണ് ഈ ആദ്യത്തെ കൗതുകങ്ങൾ പോകുന്നത്. അവിടെ ഇതിപ്പോ ആദ്യം ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബയോളജിക്കൽ കാര്യം കൂടിയാണ്. അതെ, അല്ലെ, ഹോർമോൺസും കൂടെ ഇൻവോൾവ് ആണ് ആദ്യം. പിന്നീട് നമ്മൾ ഇതിന് കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും വേണം, അല്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരു രീതിയിലുള്ള എഫേർട്ടും എടുക്കാതെ ഇത് നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോവുകയും അല്ലെങ്കിൽ ഇതിനെ കാണാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം
പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ എന്ത് ഇന്റിമസി ഈസ് നോട്ട് അബൌട്ട് സെക്സ് യെസ് ഓർ ദ ഫിസിക്കൽ പാർട്ട്. അതെ അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാ? ഒന്നും മുഖത്ത് പോലും നോക്കുന്നില്ല. എന്ത് കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു താരീഫ്, നമ്മൾ എന്താ പറയുക, ഒരു അക്നോളജ്മെന്റ് പോലും പറയുന്നില്ല. രാത്രി ആകുമ്പോഴത്തേനും അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് പറ്റുമോ? ഒന്ന് മാറി കിടക്കുന്നല്ലേ പറയാൻ തോന്നുള്ളൂ. ആരെയും സൈഡ് പറയല്ല, പക്ഷെ അങ്ങനെ ഒരു എഫേർട്ട് ഇല്ലാതെ ആവുന്നതാണ് എൻ്റെ പ്രശ്നം. അതിപ്പം ഇന്ന സമയം നമുക്ക് ഡിഫൈൻ ചെയ്യണ്ട. കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴും ഇത് സംഭവിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ ഉള്ള ക്ലാരിറ്റി കുറവാണ് എന്ത് വേണം എന്നുള്ളത്. ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞു തുടങ്ങുക. റിലേഷൻഷിപ്പിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഹാവ് എ ക്ലിയർ ക്ലാരിറ്റി. നിങ്ങൾക്ക് എന്തോന്നാണ് വേണ്ടത്? ഫിസിക്കലി, ഇമോഷണലി, സെക്ഷുവലി നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ സെക്ഷുവലി എക്സ്പ്ലോറേഷൻ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ അറിയും? എക്സ്പ്ലോറേഷൻ വേണമെന്നുണ്ടോ? നിങ്ങൾ മനസ്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഹൃദയം കണ്ടിട്ടുണ്ടോ? ഹൃദയത്തിനകത്ത് എന്താ നമുക്ക് അറിയാൻ പറ്റുമോ? കമ്പാറ്റബിൾ ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സെക്ഷലി കമ്പാറ്റബിൾ ആവുക എന്ന് ഇപ്പോൾ ഫറ എന്നോട് ചോദിക്കുമ്പോൾ പോലും ഫറ എന്താ മീൻ ചെയ്യുന്നത്? ഇൻഡോഗോസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണോ? അതായത് നമുക്കൊരു പ്ലഷർ കിട്ടുന്ന, നമുക്ക് പ്ലഷർ തരാൻ പറ്റുന്ന ആളാണോ നമ്മുടെ റൊമാൻറ്റിക് പാർട്ട്ണർ എന്നുള്ളത് ആ ഒരു പ്രോസസ്സ് കൂടെ പോവാതെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? എനിക്ക് പ്ലഷർ തരാൻ പറ്റുന്ന ഒരാളാണോ അപ്പുറത്തിരിക്കുന്നത്? അതെ. എനിക്ക് എങ്ങനെയാ പ്ലഷർ കിട്ടുക? അതെനിക്കറിയോ? അതറിയില്ലല്ലോ. അപ്പം അത് ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട കാര്യമല്ലേ? ആ ഇപ്പം ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ഐസ്ക്രീമാണ് വേണ്ടേ? സ്ട്രോബെറി. യു ആർ വെരി സ്പെസിഫിക്, യു വോണ്ട് സ്ട്രോബെറി. അപ്പം അറിയാലോ അതാണ് വേണ്ടത്. ഇപ്പോൾ ഒരാൾ പറയും അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ മറ്റേ പാർട്ട്ണർ ഓപ്പൺ ആണ്, എന്ത് വേണമെങ്കിലും ട്രൈ ചെയ്യുക. അവസാനം അപ്പം ഈ ഫ്ലേവേഴ്സ് എല്ലാം കഴിച്ചു ഇഷ്ടപ്പെട്ടു, ദ പാർട്ട്ണർ ഇസ് ഹാപ്പി. പക്ഷെ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇതല്ലായിരുന്നു എനിക്ക് വേണ്ടതെന്ന് പറയും. അപ്പം ശരിക്കും എന്തായിരുന്നു വേണ്ടത്? നമുക്കറിയാത്താണ് നമ്മുടെ പ്രശ്നം. നമുക്കറിയാത്താണ് നമ്മുടെ പ്രശ്നം. ചില ആൾക്കാർ പറയും എനിക്കിങ്ങനെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് പറഞ്ഞതാണ്, എനിക്കിങ്ങനെ തൊടുമ്പോഴത്തേനും തന്നെ അങ്ങോട്ടേക്ക് പോകണ്ട. അപ്പം ഷീ ഈസ് വെരി ക്ലിയർ ദാറ്റ് പുള്ളിക്കാരത്തേക്ക് ഒരു റിലേഷൻഷിപ്പിലും ഫസ്റ്റ് ഡേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ബെഡിൽ എൻഡ് ചെയ്യണ്ട. അതൊരു നല്ല ക്ലാരിറ്റി അല്ലേ? കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ ഇരിക്കുന്ന സമയത്ത് മോസ്റ്റ്ലി അതങ്ങനെയാണ്. ഞാൻ ചോദിക്കും, വാസ് ദാറ്റ് എ കോൺഷ്യസ് ഡിസിഷൻ? നോ ഇറ്റ് ഹാപ്പൻ സംഹൗ. ഓക്കെ, അപ്പം ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ലൈക്ക് ദാറ്റ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ പ്രോബ്ലം. അതായത് ഒരാളെ കണ്ടു, സംസാരിച്ചു, മിണ്ടി, കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ ഒരു സിനിമയ്ക്ക് പോയി, പിന്നെ വി ഹാവ് ടു സ്ലീപ് ടുഗെദർ. അതൊരു നോമാണ്. ഒരു അലിഖിത നിയമം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് കുഴപ്പമാണ്. അപ്പോൾ ദേ അതർ പാർട്ട്ണർ ഈസ് സേയിങ് വേണ്ട, ഇപ്പം നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, നമുക്ക് 2-3 വീക്സ് ഡേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് മതി. അതെന്താ അങ്ങനെ? അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ ഒരാളെ വിധി എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ വാട്ട് ഐ എം സേയിങ് ഇസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന 2 പേര് ഒരുമിച്ച് കൂടുന്ന ഒരു പ്രക്രിയയാണ്. ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും സെക്സ് എന്ന് പറയുന്നത് ഒരു ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ. ഞാൻ പറയണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇൻറ്റിമസി എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഒരു ഫസ്റ്റ് തോട്ട് ഉണ്ടാവുക അവരുടെ ഫിസിക്കൽ ഇൻറ്റിമസി എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളിപ്പം സൂൺ ആഫ്റ്റർ മാരേജ് ഒക്കെ ചിലപ്പം നമ്മൾ ഡെയിലി ഒരു എന്താ പറയുക സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടാവുന്ന പോയിന്റ്സ് ഒക്കെ അതാണ് നോർമൽ, അങ്ങനെയാണ് നോർമലൈസ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു കണ്ടീഷനിങ് എന്ന് നമുക്ക് മനസ്സിലാവണേ. ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് നോർമൽ എന്നുള്ള രീതിക്കാണ്. പിന്നീട് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറയുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വലിയ കൺസേൺ ആയിട്ട് സംസാരിക്കാറുള്ളത് സെക്സ്ലെസ് മാരേജസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫോർ മന്ത്സ് ദേ ഡോണ്ട് ഹാവ് എ ഫിസിക്കൽ ഇൻറ്റിമസി, ഒരു പോയിന്റ് ഉണ്ടാവാത്ത പോലെയുള്ള. അപ്പോൾ ശരിക്കും ഹൗ മച്ച് സെക്സ് ഇസ് എ നോർമൽ സെക്സ്? എന്താണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി? അങ്ങനെ ഉണ്ടോ? ഈസ് ഇറ്റ് ഓക്കെ ടു ഹാവ് ഒരു സെക്സ്ലെസ് മാരേജ് ഉണ്ടാവുന്നത് ഓക്കെ ആണോ, അതോ അതിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ടോ? അതിനകത്ത് ഒരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാണെങ്കിൽ, ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ആസ് പാർട്ട്നേഴ്സ് വി ആർ ഡിസൈഡിങ് നമുക്കിന്ന് സെക്സ് വേണ്ട, ഞങ്ങൾക്ക് 2 പേർക്കും കുഴപ്പമില്ലെങ്കിൽ then there is no problem. It's okay. അവിടെ നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. That's their normal. Okay.
അത്രേ ഉള്ളൂ. നമുക്കാണ് അവർ നോക്കുമ്പോഴത്തേനും അയ്യോ അവരെന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നത്. ദാറ്റ്സ് ആ പ്രോബ്ലം. ഇഫ് ദേ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം ദെൻ വൈ ഷുഡ് വി ഹാവ് എ പ്രോബ്ലം? അത്രേ ഉള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, ഒരാൾ വന്ന് കൺസേൺ ആണ് പറഞ്ഞിട്ട് തോന്നുന്നു, അവർക്ക് ഒരു ഡേ അവർ 6 times ദേ ഡു ഇന്റർകോഴ്സ്. ഓക്കെ. സെവൻത്ത് എന്ന് പറയുന്നത് രാത്രി പക്ഷേ പുള്ളി പോയി മാസ്റ്റർബേറ്റ് ചെയ്യും മാം. ഇതായിരുന്നു കൺസേൺ. ഓ യു ഫീൽ ഒഫൻഡഡ് ബൈ ദാറ്റ്. എന്താണ് അപ്പം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? മാം 6 തവണ ഞാനവിടെ ഇല്ലേ, 7ാമത്തെ തവണ വേണമെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ പോരെ. അപ്പം എൻ്റെ അടുത്ത് ഇത്രയും തവണ ചെയ്തിട്ടും തൃപ്തി ആവാത്തതുകൊണ്ടായിരിക്കില്ലേ ഒറ്റയ്ക്ക് പോയി ചെയ്യണേ? ആണോ? ആവണമെന്നുണ്ടോ? ആവണമെന്നുണ്ടോ? അപ്പം ഞാൻ ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേനും പുള്ളിക്കാരത്തെ എൻ്റെ അടുത്ത് ചോദിക്കാം അല്ലേ. അല്ലേ? അപ്പം തന്നെ ഐ ഹാവ് ടു ടീച്ച് ഹർ ഹൗ വാസ് മാസ്റ്റർബേഷൻ ഡിഫറെൻറ്റ്, ഹൗ വാസ് ഇന്റർകോഴ്സ് ഡിഫറെൻറ്റ്. ഇല്ലേ? അവിടെയാണ് നമുക്ക് വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെയൊക്കെ ഒരു എന്താ പറയണ ഒരു മൂല്യബോധത്തിലാണെങ്കിലും നമ്മൾ ഈ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഈ സ്ത്രീയുടെ ഒരു ഉത്തരവാദിത്തമാണ് പുരുഷനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളത്. എന്നാൽ പുരുഷന് ഉത്തരവാദിത്തം ഇല്ല സ്ത്രീയെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ. അതായത് വേർത്ത് ആകെപ്പാടെ മുഷിഞ്ഞ അവസ്ഥയിൽ നീ പോയി നിന്നാൽ നിന്നോട് എങ്ങനെയാ ഒരു അട്രാക്ഷൻ തോന്നുക എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആ റെസ്പോൺസിബിലിറ്റി എന്ത് ടു സെഡ്യൂസ് ഹിം. സീരിയസ്ലി ഇതൊക്കെയാ പ്രശ്നം. അപ്പം ഇവിടെ ഈ എന്താ പറയുക ക്ലയൻറ്റ് വരുന്നത് അവിടെ നിന്നാണ്. അപ്പം ഞാൻ 6 തവണ സമ്മതിച്ചിട്ടും 7ാമതൊരു തവണ അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്നു. അത് ആ പുള്ളിക്കാരത്തി വിചാരിക്കുന്നത് എങ്ങനെയാ, എന്നിലുള്ള ഒരു കുറവായിട്ടാണ്. അതെങ്ങനെയാണ് എന്നിലുള്ളൊരു കുറവാവുന്നത്? ഓക്കെ. അപ്പം അത് ആ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വരുന്നത്? ഷീ ഫീൽസ് ഈ കണ്ടീഷനിങ് ആണ്. അതായത് ഷീ ഈസ് സപ്പോസ് ടു ടേക്ക് കെയർ ഓഫ് ഹർ ഹസ്ബൻഡ് സെക്ഷൽ നീഡ്സ്, ഷീ ഹാസ് ടു സാറ്റിസ്ഫൈ ഹിം കംപ്ലീറ്റ് ആയിട്ട്. അങ്ങനെയാണ്. അല്ലാതെ നിന്റെ കൂടെ അല്ലാതെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് എന്തോ കുറവുണ്ടെന്നാണ്. അപ്പോൾ അയാൾക്ക് മറ്റൊരു സൈഡിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഈ ഇത്രയും പേടികളിൽ നിന്നാണ് ഈ സ്ത്രീ കൺസേൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടോ? ദിസ് ഈസ് വെയർ യു ഹാവ് ടു റീഡിഫൈൻ. ഇതിനകത്ത് നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് യെസ് അല്ലെങ്കിൽ നോ പറയേണ്ട സ്റ്റേറ്റ്മെന്റ് അല്ല. ഇതൊരു കപ്പിളായിട്ടിരിക്കുമ്പോൾ ഷീ ഹാസ് എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റേ പാർട്ട്ണർ അടുത്ത് നമ്മൾ ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യും. ഹീ വിൽ ഹാവ് ഹിസ് ഓൺ കാര്യങ്ങൾ, അത് ഇവരുടെ അടുത്ത് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കോമൺ ഗ്രൗണ്ടിലേക്ക് വരും. ദെൻ ദേ ഗോ ബാക്ക് ഹാപ്പിലി. ഇങ്ങനെയാണ് നമ്മൾ സെക്സ് തെറാപ്പി, കപ്പിൾ റിലേഷൻഷിപ്പ് കോച്ചിങ്ങിലൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മളിരുന്നിട്ട് അത് നോർമലാണ്. നമ്മുടെ അടുത്ത് ചോദിക്കും ഈ പറയുന്ന പോലെ ഇപ്പം 8 തവണയൊക്കെ നമ്മൾ ചെയ്യേണ്ട മാം, അത് നോർമലാണോ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡു യു ഹാവ് എനി ഫിസിക്കൽ ഓർ ഇമോഷണൽ എന്തെങ്കിലും ഇഷ്യൂസ്? ഇല്ല മാം, വി ലവ് ഡൂയിങ് ഇറ്റ്. രണ്ടുപേരും വി എൻജോയ് ഇറ്റ് എ ലോട്ട്. വൈ ഇസ് ഇറ്റ് എ പ്രോബ്ലം? ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ചില ആൾക്കാർ പറയും ബട്ട് യുനോ വൺസ് ഇൻ എ വൈൽ ഓൺലി വി ഡു ഇറ്റ്. അപ്പോൾ നമ്മുടെ ഇൻറ്റിമസി കുറയും, ഞങ്ങൾ നമ്മൾ ഇനി വല്ല കുഴപ്പമുണ്ടാവുമോ? അപ്പോൾ അപ്പോഴും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ്. നമുക്ക് വേറെ ഏരിയാസിലൊക്കെ നമുക്ക് 12 ഏരിയാസ് ഉണ്ടെന്നല്ലേ പറയാം. ഒരു കപ്പിളിലാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു മാനിനാണെങ്കിലും ആ ഏരിയാസിലൊക്കെ നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കും. അവിടെയെല്ലാം അവർ ഓക്കെ ആണ്. പിന്നെ അപ്പോൾ ചിലപ്പോൾ അല്ല ആക്ച്വലി ദാറ്റ്സ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. ശരിയായിരിക്കും. കാരണം രാവിലെ 7 മണിക്ക് എണീക്കുന്നു, രണ്ടുപേരും 2 വഴിക്ക് ഓടുന്നു, തിരിച്ചു വരുന്നത് 8 മണിക്കാണ്. കുക്കിംഗ്, ദേ ആർ ഓൾമോസ്റ്റ് ഡ്രെയിൻഡ്. ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം ഒരു TV കാണുമായിരിക്കും, ഒരിത്തിരി കഡ്ലിങ്, പിന്നെ ഉറങ്ങിപ്പോവും. അപ്പം പിന്നെ അവർക്ക് ആകെപ്പാടെ കിട്ടുന്ന ഒരു സൺഡേ അല്ലേ ഉള്ളൂ. ആ 4 സൺഡേയിൽ മിക്കവാറും ഒരു വേറെ സ്ഥലത്തുള്ള പേരൻസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ദേ പ്രിഫർ ഗോയിങ് ടു ദെയർ ഓൺ ഹോംസ്. എന്തെങ്കിലും കാര്യത്തിനൊക്കെ വീട്ടിൽ പോകണം. പിന്നെ എപ്പോഴാണ് ഇത് ചെയ്യുക? അപ്പോൾ അവർ അയ്യോ നമ്മുടെ ഈ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യണം കേട്ടോ, ഈ ഒരു മൊണോട്ടോണസ് റൊട്ടീൻ ശരിയാവത്തില്ല കേട്ടോ. ദാറ്റ്സ് ഹൗ ദേ ഡിസൈഡ്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് വി ഡിസൈഡ് ഫോർ ദം. ആക്ച്വലി ഈ പെനിട്രേറ്റീവ് സെക്സ് അതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജനറലി സംസാരിക്കുമ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? രണ്ടുപേർക്കും വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പെനിട്രേറ്റീവ് സെക്സ് മെന്നിനാണ് വേണ്ടത്. ഫീമെയിലിന് ഓർഗാസ്മിക് ആവാനോ അല്ലെങ്കിൽ ഷീ നീഡ്സ് ടു ഹാവ് ദറ്റ് ആ ഒരു കംപ്ലീറ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടി ഓർഗാസം ഇത് അതിൻ്റെ പെനിട്രേഷൻ നിർബന്ധമൊന്നുമില്ല. പെനിട്രേഷനും വേണമെങ്കിൽ ആകാം എന്ന് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഓർഗാസം എന്ന് പറയാൻ ഈ ഒരു സെക്ഷൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ മെൻ എന്ന് പറയുന്ന ജെൻഡറിനാണ് നമുക്കത് കൗണ്ട് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റത്തുള്ളൂ. ബിക്കോസ് ദേ ഹാവ് ഇറക്ഷൻ, ഇജാക്കുലേഷൻ ഉണ്ട്, രണ്ടുമുണ്ട്. നമുക്കതെങ്ങനെയാ ഫീമെയിൽ ജെൻഡറിന് എങ്ങനെയാ നമുക്ക് ഇതാക്കാൻ പറ്റുക? ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, എന്നോട് വന്ന് ചോദിക്കുന്നതാണ്, നമുക്കുണ്ടാവില്ലേ ലൂബ്രി, നമുക്കുണ്ടാവില്ലേ സെമൻ പോലെ പുറത്തു വരുന്നത്?
അങ്ങനെ നമുക്ക് അങ്ങനെ നിർബന്ധമില്ല. ഒന്നും ഇല്ല. വി only have vaginal lubrication. Yeah. ഒരു നനവുണ്ടാകും, നല്ല Yes. പോലെ നനവുണ്ടാവും. Yes. അല്ലാതെ നമുക്കങ്ങനെ നമുക്കെന്ന് പറയുമ്പോൾ ഫീമെയിൽ ജെൻഡറിന് അങ്ങനെ പുറത്തേക്ക് വരുന്ന ഒന്നുമില്ല. സെമൻ പോലെ നമുക്ക് എന്താ വരെ ഒന്നുമില്ല. ആഫ്റ്റർ ഇന്റർകോഴ്സ് ഈ പ്രീക്കം അല്ലെങ്കിൽ സെമൻ അകത്തിടുന്നതാണ് പുറത്തേക്ക് ഒഴുകുക. അല്ലാതെ ഫീമെയിൽ ആസ് എ പേഴ്സൺ വെജൈനെന്ന് നമുക്കായിട്ട് ഒരു സാധനം സെക്രീറ്റ് ചെയ്ത് വരുന്നൊന്നുമില്ല. ഐ മീൻ ആസ് സെമൻ വി ഡു ഹാവ് ലൂബ്രിക്കേഷൻ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാവുക? എൻ്റെ അടുത്ത് ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ഓർഗാസം മാം, ഒന്ന് പറഞ്ഞു തരുമോ? ബട്ട് ദെൻ ഹൗ ക്യാൻ ഐ ടെൽ ഇറ്റ്? ബിക്കോസ് ഇതെല്ലാം ഡിഫറെൻ്റാ. ഡിഫറെന്റ് ആണ്. ഇപ്പം ഈവൻ പ്ലഷർ പോയിന്റ്സ് വരെ ഡിഫറെന്റ് ആണ് അല്ലേ? അതെ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബോഡി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാൻ പറ്റണം നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവുകയെന്ന്. അതിന് നമ്മളത് സംസാരിക്കും, വാട്ട് ഡു യു വോണ്ട്? അപ്പോൾ പറയും മാം അതിപ്പം ചോദിച്ചാൽ വി ഡോണ്ട് നോ, വി ഡു ഇറ്റ് ഇൻ എ മോണോട്ടണസ് വേ. എന്താണ് ആരായിരിക്കും? മോസ്റ്റ്ലി ഹസ്ബൻഡ് ആയിരിക്കും ലീഡ് ചെയ്യുക അല്ലേ? ഇനി അവിടെയും പ്രശ്നമാണ്. ഒരു സ്ത്രീ ലീഡ് ചെയ്യാൻ പോയി നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? നിനക്കിത് ഫസ്റ്റ് ടൈം ആണോ? നീ ആൾ കൊള്ളാലോ? ഇതൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽ ഒരു പരിധി വരെ വലിയ കംഫർട്ടബിൾ അല്ലാത്തൊരു സ്പേസ് ആണ്, സേഫ് ആണെന്ന് തോന്നിയില്ലെങ്കിൽ ഇതൊന്നും പറയില്ല. ദേ ഡോണ്ട് ഹാവ്. അപ്പോൾ അവിടെ പറയും ഈ പറയുന്ന പോലെ ഇക്വാലിറ്റി ഇല്ല. ഇറ്റ്സ് എഗെയിൻ പാട്രിയാർക്കിയാണ്. എപ്പോഴും എന്താ പറയുക, ആണെന്ന് പറഞ്ഞ ജെൻഡർ മുകളിൽ വരുന്ന ഒരു സാധനമാണ് സെക്സ്. ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് അറിയേണ്ട നമ്മുടെ ബോഡി ബേസിക്കലി എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? മാസ്റ്റർബേറ്റ് ചെയ്യണോ വേണ്ട? ഒരാൾ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ അടുത്ത് വരുമ്പോൾ വി ഹാവ് ദറ്റ് ഫീലിംഗ് അല്ലേ? എന്നൊന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, നമുക്ക് ഒരു ടച്ച് എവിടെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, ദിസ് ഇസ് സംതിങ് ആ ബോഡി ടെൽസ് us. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5 senses. ഇല്ല, ഇപ്പം നമുക്ക് എന്ത് മനോഹരമായി പത്മരാജനൊക്കെ പണ്ട് വെച്ചിരിക്കുന്ന കഥകളിൽ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇറോട്ടിക് ഫീലിംഗ് തോന്നാറുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? അപ്പം നമുക്കൊരു ഫീലിംഗ് എന്താ വരാ? ക്ലാര ഹാസ് ഒരു ഡിഫറെന്റ് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് എമൗണ്ട് ഓഫ് ടച്ച് ആവാം, ഒന്ന് ഇരിക്കുന്നതിൻ്റെ രീതിയാകാം, ഈവൻ ഞാനിങ്ങനെ കുറച്ചുകൂടി എന്താ കാവ്യാത്മകമായിട്ട് പറഞ്ഞാൽ നമ്മൾ അനാവരണം ചെയ്യുന്ന രീതിയാവാം. ഇതിലൊക്കെയും ബ്യൂട്ടി ഉണ്ട്. ഇതൊക്കെയും ഇൻറ്റിമസി ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണേ, ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട, നീ എൻ്റെ കഴുത്തിൽ നിന്ന് കുറച്ച് നേരം ഉമ്മ വെക്ക് എന്ന് പറയാലോ നമുക്ക്. പക്ഷെ അങ്ങനെ പറയാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ദെൻ വി നോ ദിസ് ഇസ് വാട്ട് വി വോണ്ട്, ബട്ട് ദിസ് ഇസ് നോട്ട് വാട്ട് വി ആർ ഗെറ്റിംഗ്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം. പൊതുവെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒരാൾക്ക് കുറച്ച് സെക്ഷൽ ഡിസയർ കൂടുതലും ഒരാൾക്ക് കുറവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു യൂഷ്വലി ഉണ്ടാവുന്ന ഒരു പ്രശ്നം. ആൻഡ് നമ്മൾ എല്ലാ സമയത്തും പറയും ഒരു കപ്പിൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ മേ ബി ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ ദെയർ സെക്ഷൽ ലൈഫ് എന്ന്. ഫറ, ബേസിക്കലി നമുക്കിവിടെ ഞങ്ങൾ ഇന്ത്യൻ കോൺസെപ്റ്റിലാണ്, കേരള കോൺസെപ്റ്റിലാണ് പറയണത്. അടി ഉണ്ടാക്കി വരുന്ന കപ്പിളില്ലേ, ഒരു 90% പേരുടെയും പ്രശ്നം ഈ ഇൻ്റർകോഴ്സ് ഇല്ല എന്നുള്ളതായിരിക്കും. രണ്ട് വഴിക്കായിരിക്കും ഉറങ്ങുന്നത്. കുഞ്ഞു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ആനക്കാര്യമായിട്ടായിരിക്കും വരാം. ആ വഴക്കിൻ്റെ ഒക്കെ നമ്മൾ ഈ കെട്ടഴിച്ച് പോകുമ്പോൾ പ്രശ്നം ഇസ് ദിസ്. ബേബി ഉണ്ടായിട്ട് ആ കൊച്ചിനിപ്പോൾ 8 വയസ്സായി, പിന്നെ സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ എത്ര പേരുണ്ടെന്ന് അറിയോ? അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പണായിട്ട് പറയേണ്ട റീസൺ ഇതാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വാട്ട് യു സെഡ് ഇസ് ഓൾസോ റൈറ്റ്. കാരണം അത് നമുക്കങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഏജ് വൈസ് നമുക്കൊരു സ്റ്റഡി പഠിക്കാനുണ്ട്. ലിബിഡോ എന്ന് പറയുന്നത് ഇപ്പം 35 ഇയർ ഉള്ള ഒരു 10 സ്ത്രീകളെ എടുത്താൽ 10 സ്ത്രീകളുടെയും ലിബിഡോ ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് ഹോർമോണൽ ഉണ്ട്, അവർ വളർന്നു വന്ന സാഹചര്യം ഉണ്ട്, അവരുടെ ബോഡി ടൈപ്പിന് ഡിഫറൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഇങ്ങനെ ആയിരിക്കും എന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ആഫ്റ്റർ മെനോപോസ് അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഫ്രീ അല്ലേ? നമുക്ക് കൊച്ചുങ്ങളെ വിടണ്ട, അവരൊക്കെ ഏകദേശം അവരുടെ സെറ്റപ്പ് ഇതായി. പക്ഷേ then hormones will play another game maybe, I don't know. I Hormones will play another game. That is because we don't have that much amount of lubrication. We feel dry. ഡ്രൈനെസ്സും ഈ പറയുന്ന ഹോട്ട് ഫ്ലാഷസും ഒക്കെയാണ്. അപ്പം അതൊക്കെ എംബ്രേസ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ് നമുക്കുള്ളതെങ്കിലോ? ഓൾസോ വി സെഡ് പെനിട്രേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് അല്ല ഫീമെയിൽ ടു അച്ചീവ് ദി ഓർഗാസം. അപ്പോൾ നമുക്കും ഇൻറ്റിമസി ഫീൽ ചെയ്യാനും ഓർഗാസ്മിക് ആവാനും എന്തോരം വഴികളുണ്ടെങ്കിലോ ആ വഴികളാണ് ലെറ്റ്സ് നോട്ട് ജനറലൈസ് എന്നാ പറയുന്നത് അല്ലേ? ബട്ട് യൂഷ്വലി ഇപ്പം നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സെക്ഷുവലി ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളത് ഫോർ ദെയർ ഹോർമോണൽ ബാലൻസ്. ബിക്കോസ് ഐ പേഴ്സണലി ഫീൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ
മോസ്റ്റ് ഓഫ് ദെയർ ഫ്രസ്ട്രേഷൻ കംസ് ഫ്രം ഹോർമോണിൻ്റെ എന്തോ ഒരു പ്രോബ്ലംസ് കൊണ്ട്, ബിക്കോസ് വി ബേസിക്കലി ഹാവ് മോർ ഹോർമോൺസ്. അങ്ങനെ നമ്മൾ പറയാറില്ലേ നമ്മുടെ മെൻസ്ട്രേഷൻ തന്നെ അവർ 24 മണിക്കൂറിൽ കറങ്ങുമ്പോൾ നമുക്ക് ആകെപ്പാടെ 7 ദിവസം അല്ലെങ്കിൽ 30 ദിവസവും നമ്മൾ കറക്കത്തില്ല. ആണ് 4 സൈക്കിൾ അതിലൊരു കഷ്ടി ഒരു 3-4 ദിവസം കിട്ടി. ആ ഓവുലേഷന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ സ്പ്രിംഗ് ആയി വസന്തത്തിലിരിക്കുന്ന ഒരു സമയം. അതിന് മുൻപും അതിന്റെ പേമാരിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ തണ്ടർസ്റ്റോം ആണ്. അതാണ് വേറൊരു കാര്യം ഞാനിപ്പം സംസാരിക്കാൻ പോയത്. അതായത് യൂഷ്വലി നമ്മൾ പറയുന്നത് എന്താ, നമ്മുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടം മേ ബി ഒരു ടിൽ 40 ഒക്കെയാണ്. മെന്നിനൊരു ടിൽ 50. അത് ഇത് ജനറലൈസ്ഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. മെന്നിന് എനിക്ക് തോന്നുന്നു 50 ഒക്കെയാണ് പറയുന്നത്. ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഒരു പ്രീ മെനപ്പോസോ അല്ലെങ്കിൽ മെനപ്പോസോ കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫർ എന്നുള്ളതാണ് നമുക്ക് യൂഷ്വലി കിട്ടുന്ന ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ. അതായത് നമുക്ക് ഈ ഹോട്ട് ഫ്ലാഷസ് വരുന്നു, നമുക്ക് ഇറിറ്റേഷൻസ് കൂടുന്നു, ആൻഡ് ഒരുപാട് സ്ത്രീകളുണ്ട് അവരുടെ യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്ത ആൾക്കാർ. അത് അപ്പം ഞാൻ ബേസിക്കലി അങ്ങനത്തെ ആൾക്കാർ ഞാൻ വിചാരിക്കും, അപ്പോൾ ഈ ഒരു മെസ്സ് കുറച്ച് ഒഴിയുമല്ലോ. യൂട്രസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ യു ഡോണ്ട് ഹാവ് ഓൾ ദറ്റ് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ കാമാവല്ലേ. ദെൻ ഐ ഹാവ് ഹേർഡ് പീപ്പിൾ സെയിങ് ദറ്റ് ഇറ്റ്സ് ഈവൻ മോർ ഡിഫിക്കൽട്ട്. കൂടുതൽ സ്ട്രെസ്സ്, കൂടുതൽ കുഞ്ഞു കാര്യത്തിന് ദേഷ്യം വരിക, ആവശ്യമില്ലാതെ കരച്ചിൽ വരിക. ഇപ്പം PMSന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എല്ലാത്തിനും ഓവർവെൽംഡ് ആവും. ഇപ്പം ഞാനൊക്കെ അങ്ങനെയുള്ള ഒരാളാണ്. ഒരു കുഞ്ഞു കാര്യത്തിന് ഓവർവെൽംഡ് ആവും, ഒരു കുഞ്ഞു കാര്യത്തിന് എനിക്ക് കരച്ചിൽ വരും. അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി എനിക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒരു കാര്യമായിരിക്കും, പക്ഷെ ആ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ സാധനം ഞാൻ എന്തെങ്കിലും കണ്ടു, ഞാനിപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ ഞാൻ അങ്ങ് കരഞ്ഞു പോവാം. നമ്മളല്ല അകാരണമായിട്ട് നമുക്ക് കരച്ചിൽ വരിക, ഒരു പ്രശ്നം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൊരു പ്രീ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൊരു നോഷൻ എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ഗോയിങ് ടു ഗെറ്റ് വേഴ്സ് ആഫ്റ്റർ മേ ബി 40s or 45 or something. ലൈക്ക് അങ്ങനെയാണ് നമുക്ക് ജനറൽ ആയിട്ട് കിട്ടുന്നത്. പക്ഷെ എങ്ങനെയാണ് അതിനെ യാത്രയിലേക്ക് പോവാം. നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? നമ്മൾ ലെസ്റ്റ് എന്ന് തുടങ്ങി. നമ്മൾ കുറേ കാലം ഇപ്പം ഒരു 25-30 വയസ്സിൽ കല്യാണം കഴിച്ചു. ഇപ്പം ഫറ പറയുന്ന ഈ ഒരു സമയത്തിലേക്ക് എത്താൻ ഒരു 20 കൊല്ലത്തോളം വേണ്ടി വരും അല്ലേ? അപ്പം ആദ്യത്തെ കുറേ സമയം കൊണ്ട് കാമം തീർന്നു. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ, എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്നൊരു ഫീലിങ്ങിലേക്കും വരും. പിന്നെ അതെൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ സോൾമേറ്റ് ആണ് എന്നൊരു സാധനത്തിലേക്കും വരും. പതുക്കെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പം നമുക്ക് ഈ ഇൻറ്റിമസിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ലേ? Is it always about coming, hugging, kissing, squeezing and penetration? അല്ല. അപ്പോഴാണ് എൻ്റെ പാർട്ട്ണറെ ഞാൻ മനസ്സിലാക്കുന്നത് ദാറ്റ്സ് അബൌട്ട് ഡിസയർ. ഓക്കെ, അതായത് ഒരു ബോഡിയെ ഞാൻ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കൺസംഷൻ അല്ലേ? അപ്പം ഞാൻ അതിനെ ടേക്കപ്പ് ചെയ്യുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഭോഗവസ്തുക്കളുടെ രീതിയിലല്ല. അപ്പം ഞാൻ അതിനെ തൊടുന്ന രീതിയിൽ ഒരു 6 month ഓളിനെ എടുക്കുന്ന പോലെയാണോ 1 year ഓളിനെ എടുക്കുക? അല്ല. 1 year ഓളിനെ എടുക്കുന്ന പോലെ ആയിരിക്കും 5 year ഓളിനെ എടുക്കുക? അല്ല. അതേപോലെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഇൻറ്റിമസിയും. ഓക്കെ, നമ്മൾ തൊടുന്ന രീതിക്കും അതാണ് എഗെയിൻ സെൻസസ്, കാണുന്ന രീതിക്ക്, സ്മെല്ല് ചെയ്യുന്ന രീതിക്ക്, ടച്ച് ചെയ്യുന്നതിന്, ഫീൽ ചെയ്യുന്നതിന് എല്ലാത്തിനും ഡിഫറൻസ് വരണം. ഇപ്പം നമുക്ക് ചുമ്മാ ഇപ്പം ഫറ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ഇതെടുത്താൽ ഹോട്ട് ഫ്ലാഷസ് ഉള്ള ആളാണ്, എനിക്കിപ്പം ഞാൻ ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്ന ആളാണ്. അപ്പം എന്നെയും കൊണ്ട് അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താ? എന്നെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. എന്നെ കംഫർട്ടബിൾ ആക്കാൻ എൻ്റെ പാർട്ട്ണറിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെയാണ് നമ്മൾ മറ്റേ ആദ്യം പറഞ്ഞ അഡ്വഞ്ചറും ക്യൂരിയോസിറ്റിയും ഒക്കെ ഒന്ന് ഉണരേണ്ടത്. അല്ലാതെ പിന്നെ 40 വയസ്സായി ജോലി ഭാരവും കഴിഞ്ഞ് വരുമ്പോൾ ഇനിയിപ്പോൾ അവളെ ഞാൻ എങ്ങനെ റെഡിയാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഇതൊക്കെ വിമൻ്റെ മാത്രം നീഡാവും. ഇപ്പോൾ കിച്ചണിൽ ഭയങ്കര ചൂടാണ് എന്നായിരിക്കും ജനറലി വരുന്ന കംപ്ലയിൻറ്റ്. അത് നമുക്ക് അവിടെ പോയി അത് ഫാനിങ് യുവർ വൈഫ്, അത് റൊമാൻറ്റിക് അല്ലേ? നമുക്കുണ്ടാവുന്ന ചേഞ്ചസിനെയും എംബ്രേസ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഇൻറ്റിമസിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ ഒരു ആഫ്റ്റർ ഡെലിവറി ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് തന്നെ കുറേ വ്യത്യാസം വരുന്നുണ്ട്. 40+ അല്ലെങ്കിൽ 35, 38 ഒക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് വരില്ലേ? ആ ഡിഫറൻസിനെയൊക്കെ നമുക്ക് ഐ ലുക്ക് ലൈക്ക് അല്ലെങ്കിൽ ഐ ടച്ച് ലൈക്ക് ആൻ ഓൾഡ് ലേഡി എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കരമായിട്ട് മെന്നിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ യങ്ങായിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അവർക്ക് എപ്പോഴും ഉണ്ടാവുക. അതൊരു പ്രോബ്ലമാണ് എപ്പോഴും. മെന്റെ ബോഡിക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നില്ല, അധികം അങ്ങനെ വരുന്നില്ല. നമ്മുടെ ഉടയുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ഡിഫറെന്റ് അല്ലേ? അങ്ങനെയൊന്നും അവർക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തേനും ജിമ്മിൽ പോകുന്നു, ഫേഷ്യൽ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മൾ വി ട്രൈ ഹാർഡ് ടു ലുക്ക് ഗുഡ്.
വെൻ ആക്ച്വലി അവരങ്ങനെ തന്നെ ഒന്നും ഇരിക്കും. ചെയ്യണ്ട, അങ്ങനെ അങ്ങനെ തന്നെ. പിന്നെ കുറച്ച് ഗ്രേയും കൂടെ ഉണ്ടെങ്കിൽ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് അടിപൊളി. ഓൾറെഡി ദേ ആർ ലൈക്ക് ദാറ്റ്. അപ്പം നമുക്ക് അവിടെയൊക്കെയാണ് ഇൻറ്റിമസി. അവിടെ ഇൻറ്റിമസി വേണമെങ്കിൽ പരസ്പരമുള്ള കൊതി തീരാൻ പാടില്ല. ദാറ്റ് ഇസ് ആ കൊതി ഇസ് നോട്ട് ലെസ്റ്റ്. അത് ഇത്രയും കാലം നമ്മുടെ കൂടെയുള്ള ഒരാളോടുള്ള ഒരു അത് മേ ബി ഇപ്പം ഞാൻ റൊമാൻറ്റിസൈസ് ചെയ്യണമെന്ന് ചില ആൾക്കാർ വന്ന് കമൻറ്റ് പറയാൻ സാധ്യതയുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു 20 വർഷം 30 വർഷമൊക്കെ ഒരാളുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കുന്ന കാര്യം മാരേജ് ആണ് പറയുന്നത്. അവിടെ ഈ പറയുന്ന പോലെ പിന്നെ ഇതല്ലേ എൻ്റെ പാർട്ട്ണർ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ലവ് അ ലിറ്റിൽ മോർ ദാൻ യെസ്റ്റർഡേ ആൻഡ് എ ലിറ്റ് ലെസ് ദാൻ ടുമോറോ. അങ്ങനെയാ സ്നേഹിക്കേണ്ടത്. ഇന്നലേക്കാൾ ഒരല്പം കൂടുതലായും നാളേക്കാൾ ഒരല്പം കുറവായും. കുറച്ചെടുത്ത് വെക്കണം. അപ്പൊ സ്നേഹം പുതിയതായിരിക്കില്ലേ? അതെ. ഈ സ്നേഹത്തിനെയാണ് ഡിസയർ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോവാൻ ഇപ്പോഴും ഓടി ചെല്ലാനുള്ളൊരു ഇതുണ്ടാവില്ല. ചില നമ്മൾ ഓൾഡ് കപ്പിളിനെ നമ്മൾ കണ്ടിട്ടില്ലേ, അച്ഛൻ ഇത്രയും പ്രായമായാലും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെയുള്ള കപ്പിളുണ്ട്. ബിക്കോസ് അവരുടെ ആ ഒരു ഡിസയറിന് ഒരു കുറവും വന്നിട്ടില്ല. അതിന് ലെസ്റ്റ് ആയിട്ടുണ്ട്. അതിന് പല പല വേരിയേഷൻസ്. ഞാൻ ആ ചാർട്ട് മുഴുവൻ പറയുന്നില്ല. അങ്ങനെ വന്നിട്ട് സ്റ്റിൽ ദേ ആർ ക്യൂരിയസ് അബൌട്ട് ഈച്ച് അതർ. ദ വേ ദേ ആർ ലൗഡ്, ദ വേ ദേ ടച്ച്, അതൊക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അതിന് നമ്മളാണ് ആക്ച്വലി ആസ് എ പേഴ്സൺ നമ്മൾ അത്രയും ഓപ്പൺ ആയിരിക്കണം. നമുക്ക് അത്രയും ക്ലാരിറ്റി വേണം. എന്നിട്ട് പിന്നെ കുറച്ചും കൂടി അതാണ് അവിടെ ഇപ്പോൾ പറയും നമ്മൾ ഭയങ്കര ഹൈറാർക്കി ഉള്ള ആളാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ പറയും. അത് പറയേണ്ട രീതിയിലും കമ്മ്യൂണിക്കേഷൻ, ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ലേണിംഗ് അല്ലേ നമ്മുടെ ഫസ്റ്റ് ഇയർ പേപ്പറാ. അതൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇപ്പം ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞ പോലെയല്ലോ ബ്രദറിൻ്റെ അടുത്ത് പറയാം. അല്ല, അതേപോലെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് കാര്യങ്ങൾ പൊട്ടിച്ച് പുറത്തു വരണം. ഈ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് മെൻ മാത്രം ആയിക്കൂടാ, അത് വിമനും ചെയ്യാവുന്ന കാര്യമല്ല. അതാണ് വേറൊരു കാര്യം എനിക്ക് ചോദിക്കാൻ. അതായത് യൂഷ്വലി വെൻ മെൻ ഹാവ് മോർ ഡിസയർ അല്ലെങ്കിൽ മെൻ ആർ സെക്ഷലി മോർ ആക്റ്റീവ്, ഇറ്റ്സ് കൺസിഡർ നോർമൽ. കറക്റ്റ്. ഇറ്റ്സ് അത് ഭയങ്കര നോർമലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ വെൻ വുമൻ ഹാവ് മോർ ഡിസയർ ആൻഡ് വുമൻ നീഡ് ഇറ്റ് എവറി ഡേ ഓർ ലൈക്ക് മോർ ദെൻ ആണിനെക്കാട്ടിലും കൂടുതൽ വേണം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ അത്രയും നന്നായിട്ടല്ല ആൾക്കാർ, നമ്മൾ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അതെ, വി ലേബൽ വെരി വെരി വിയേർഡ് നെയിംസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതുകൊണ്ടാ നമ്മൾ കണ്ടു വളരുന്നതും പോണും അല്ലെ നമ്മുടെ കംപ്ലീറ്റ് ഈ ഇറോട്ടിക് സിനിമകൾക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഈ ആക്രമിക്കുന്ന ആണുങ്ങളെയും കീഴടക്കപ്പെടുന്ന പെൺകുട്ടികളെയും അല്ലേ നമ്മൾ കണ്ടുള്ളൂ. അതെ. അല്ലെങ്കിൽ മറ്റേ സെഡ്യൂസ് ചെയ്യാൻ പോകുന്ന മറ്റേ then they are on the bad list അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിമന്റെ ലിബിഡോ ഹൈ ആവുക ചെയ്യുക ആഫ്റ്റർ 30, അല്ലാതെ കുറയുമല്ല. 29 അത് അവർ വളരെ അന്നേരം ഭയങ്കര 23, 24 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കോളേജ് ഏജാ. അന്നേരം എക്സ്പ്ലോറേഷനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങാനും പ്രഗ്നന്റ് ആയി പോയാലോ, പ്രശ്നമായാലോ, അറിഞ്ഞാലോ, നല്ലൊരു കല്യാണം നടക്കാതിരുന്നാലോ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ആണ്. ഈ ലോ കുറേ ഉണ്ട്. അത് 30 ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മളൊരുമാതിരി നമ്മുടെ പ്രസവം എല്ലാം കഴിഞ്ഞു. 30-35 ഒക്കെ ആകുമ്പോഴത്തേനും വി ആർ ഓൾ സോർട്ടഡ്. പിന്നെ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും PPS ഒക്കെ ചെയ്തിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞു. ഇനിയൊക്കെ എന്താ പഠിക്കാൻ? അപ്പോൾ വി ആർ മോർ ഓപ്പൺ. പക്ഷെ അപ്പോഴത്തേനും മെന്നെ ഈ പറയുന്ന പോലെ കുറച്ചിങ്ങനെ കുറഞ്ഞു വരാം. ബട്ട് അങ്ങനെയും ജനറലൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് കോച്ച് പറയണ ഇറ്റ്സ് വെരി നോർമൽ ടു ഹാവ് ഹൈ ലിബിഡോ. ഇറ്റ് ഈസ് വെരി വെരി നോർമൽ ടു ഹാവ് ഹൈ ലിബിഡോ. അയ്യോ അങ്ങനെയൊന്നും ഇല്ല. അതിലിപ്പോൾ മെന്നിന് തന്നെ ലോ ലിബിഡോ ഉള്ള എന്തോരം ആൾക്കാരുണ്ട്. then that is also considered as very bad. അയ്യോ അപ്പൊ ആണത്തമില്ലാത്ത അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കപ്പിൾ അതായത് ഒരു സ്ത്രീക്ക് ലിബിഡോ ഇല്ലാത്തത് ഓക്കെയാണ്. ബട്ട് when a man doesn't have it, it's a very big problem for them, for everybody. ഇത്രയും അങ്ങോട്ടേക്ക് പോകണ്ടാതെ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാൻ നടന്നു പോകുന്നു, ഞാനൊരു മെന്നിനെ കാണുമ്പോൾ കമന്റ് അടിക്കുന്നു, എന്നെ കുറിച്ച് എന്തായിരിക്കും പറയാ? നല്ലത് പറയോ? ഇല്ല. എന്നാൽ ഒരു മെൻ നടന്നു പോകുന്നു, ഒരു പെൺകുട്ടിയെ കുറിച്ച് നല്ലൊരു വെരി നോർമൽ. ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്നാണ് അതും വന്നേ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അലിഖിതമായ പല നോംസും ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായി പേട്രിയാർക്കൽ സൊസൈറ്റി എക്സാക്ട്ലി അത് തന്നെയാണ്. അവിടെ നിന്ന് വന്ന കാര്യങ്ങളാ. അതിനെയൊക്കെ പൊട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഇപ്പോഴുള്ള ഒരു യങ്ങർ ജനറേഷന് ഈ പറഞ്ഞതുപോലെ എല്ലാ ആക്സസും കൂടുതൽ
ഉള്ള ഒരു ജനറേഷനാണ്. അവരൊരുപാട് റിലേഷൻഷിപ്പ് ട്രൈ ഔട്ട് ചെയ്ത് വർക്ക് ചെയ്യാതിരിക്കുന്നു, വർക്ക് ചെയ്യുന്നു. ചിലത് കുറേ കാലം മുന്നോട്ട് പോകും. മിക്കവാറും ആൾക്കാരും ഒരു 4-5 റിലേഷൻഷിപ്പ് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരെണ്ണത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? അതായത് ഈ റിലേഷൻഷിപ്പിലൊക്കെയുള്ള ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, അതിലൊക്കെയുള്ള റെഡ് ഫ്ലാഗ്സ് അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ അവർ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് വേറൊരാളെ കാണുമ്പോൾ ആ റെഡ് ഫ്ലാഗ്സ് ആണ് ആദ്യം ഓർമ്മ വരുന്നത്. ഇത് അതിലുണ്ടായിരുന്നു. ദെൻ ദേ ആർ ഫൈൻഡിങ് ദാറ്റ് ഫസ്റ്റ് തന്നെ കാണുന്നത് ആ റെഡ് ഫ്ലാഗ്സ് ആണ്. അങ്ങനെ അവർക്കൊരു പാർട്ട്ണറെ കിട്ടാനൊരു ഒരാളെ ഫിക്സ് ചെയ്യാൻ ദേ വാണ്ട് സംബഡി പെർഫെക്റ്റ്, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ വേണം എന്നുള്ളൊരു പോയിന്റിലേക്കൊക്കെ എത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത്? ഈസ് ഇറ്റ് മേക്കിംഗ് ഇറ്റ് വേഴ്സ് ഓർ ഈസ് ഇറ്റ് ഓക്കെ? ആൻഡ് ഐ ഹവ് സീൻ പീപ്പിൾ ഒരു ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് വളരെ സഫറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കല്യാണത്തിൽ നിന്നൊക്കെ വന്നിട്ട് വേറൊരാളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാനിപ്പം ഫസ്റ്റ് പറഞ്ഞ പോലെ ഇനി ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് എനിക്കില്ല എന്ന് തീരുമാനിക്കുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നത്, അതായത് കുറേ റിലേഷൻഷിപ്പ് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത്? ബേസിക്കലി ജെൻസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിലധികം ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഉപയോഗിക്കേണ്ടതെന്നും നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നും അവർക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഇപ്പം ബീങ് എ ജെൻസി ഇസ് എ ഹെഡ് ഏക്ക് എന്ന് പറയുന്ന പിള്ളേരുണ്ട്. ജെൻസി ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ഫുൾ എക്സ്പ്ലോർ ട്രൈ ഔട്ട് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഈ പറയുന്ന പോലെ ദേ ഗെറ്റ് ഇൻ ടു ദി ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫിസിക്കൽ സ്പാർക്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജെൻസി പറഞ്ഞത് കേട്ടു, എന്താ ബോഡി കൗണ്ട്, അതായത് ഹി ഈസ് ഹാർഡ്ലി 20 or 21 or 22 എന്തോ, ഹി ഓൾറെഡി ഹാഡ് 15 ബോഡി കൗണ്ട് എന്ന് പറഞ്ഞത്. ബോഡി കൗണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അത്രയും പേരുടെ കൂടെ ഫിസിക്കലി ഇൻവോൾവ് ആയിന്ന്. ഇറ്റ്സ് എ ന്യൂ ടേം മേ ബി, ഐ ഡോണ്ട് നോ, ഞാനതും കേട്ടതാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതാണ് ബിക്കോസ് ഞാൻ കാണുന്നതെന്നാണോ ചോദിക്കുന്നത്? അതിന്റെ പ്രശ്നം ഞാൻ പറയണേ, അത് ഞാൻ വളരെ പേടിയോടെയാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇപ്പം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്റെ കൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അതായത് അവർക്ക് ഇൻഫോർമേഷൻ ഉണ്ട്, പക്ഷെ നോളജ് ഇല്ല, അത് പ്രോസസ്സ് ചെയ്യേണ്ട രീതിയുമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ CSE വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്ലാറ്റ്ഫോമും കുട്ടികൾക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഓ മൈ ഗോഡ്, ഐ എം ആക്ച്വലി അഗെയിൻസ്റ്റ് ഗെയിംസ്. ബേസിക്കലി ഗെയിംസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്റ്റീവ് ഗെയിംസ് വരുമ്പോൾ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഗെയിം പാർട്ട്ണർ ആരെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ചാറ്റ് വിൻഡോ ഉണ്ടാവും. മേ ബി ഐ എം ജസ്റ്റ് 18-year-old ഗേൾ. അപ്പുറത്തിരിക്കുന്ന ആളൊരു 40 ആവാം, അല്ലെങ്കിൽ ഒരു 28 ആവാം, നമുക്കറിയില്ല. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ച് പരിചയപ്പെട്ട് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രൂമിങ് ഓൺലി. എനിക്ക് വേണ്ട ഒരു പാർട്ട്ണർ, ചെറിയൊരു കുട്ടീനെ കിട്ടുമ്പോൾ എനിക്ക് വേണ്ട എൻ്റെ സങ്കല്പത്തിലെ ഒരാളായിട്ട് ഇയാളെ അങ്ങ് മാറ്റുവാണ്. ദാറ്റ് ഈസ് ഓൾസോ ഹാപ്പനിങ് വിത്ത് ദീസ് കിഡ്സ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത്. പിന്നെ ഒരു പരിധി വരെ നമ്മൾ ഭയങ്കര ബയസ്ഡായി, ഇങ്ങനെ ആവുമ്പോഴാണ് ഗ്രീൻ ഫ്ലാഗ് ആവുള്ളൂ, ഇങ്ങനെ ആയാൽ അത് റെഡ് തന്നെയാണ്. നമുക്ക് നെഗോഷിയേഷൻസ് ഇല്ല. ഇങ്ങനെ ആയാൽ അതെന്തുകൊണ്ട് ഗ്രീൻ ആവുന്നു, ഇങ്ങനെ ആയാൽ അതായത് ഇപ്പം അമൃതയ്ക്ക് ഗ്രീൻ ആയിട്ടുള്ളൊരു സാധനം എനിക്ക് റെഡ് ആവാം, തീർച്ചയായിട്ടും ആയിക്കൂടെ. പക്ഷെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാം ഇങ്ങനെ തന്നെ ആവണം. ഇനി റെസ്പെക്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛനമ്മക്കുള്ള വീട്ടിൽ വി ഡോണ്ട് കോൾ എഡി. അമ്മയെ വീട്ടിൽ വിളിക്കുകയില്ല എഡി എന്നുള്ളത്. എനിക്ക് അതേപോലെ, ഞാൻ മലപ്പുറം, അപ്പം നിങ്ങൾ എന്നുള്ളത് എനിക്ക് റെസ്പെക്റ്റാ. എനിക്കത് ഭയങ്കര, നിങ്ങളോടെന്ന് പറയണത് എനിക്ക് പക്ഷെ വേറെ സൈഡിൽ അത് ഭയങ്കര ഒരു ബന്ധമില്ലാത്ത, ഒരു ഇതില്ലാത്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന നിങ്ങൾ, താങ്കൾ എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ് അവർക്ക് അത് ഫീൽ ചെയ്യുക. അപ്പൊ എഡിന്ന് ആക്ച്വലി അമ്മ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിന്നെ ഒരു തവണ എഡിന്ന് വിളിച്ച 1000 അടിയുടെ ഒരു എഡി ഈസ് ഈക്വൽ ടു 1000 അടിയായിരുന്നു പോലെ എനിക്ക്. കാരണം ഞാൻ അങ്ങനെ ഭയങ്കര ഷാറ്റേഡ് ആയി പോയിരുന്നു. ബട്ട് പിന്നെ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എടി എനിക്ക് എന്തൊരു ഭയങ്കര, എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. എടാന്ന് വിളിക്കാൻ പറയും ഞാൻ എപ്പോഴും, മനസ്സിലായോ? ബട്ട് അത് ഞാൻ ഇപ്പം ഈ പറയുന്ന പോലെ അതെൻ്റെ കോൺസെപ്റ്റ് അല്ലേ. അങ്ങനെ നോക്കുമ്പം എടിയെന്ന് വിളിക്കുന്ന ഒരു ചെറുക്കൻ ആക്ച്വലി എനിക്ക് റെഡ് ഫ്ലാഗ് അല്ലേ? അതെ അതെ അതെ. അവൻ ഒട്ടും എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നിക്കൂടെ? അപ്പം അയക്കാൻ ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, എടിയെന്ന് വിളിച്ചു ഈസ് ഈക്വൽ ടു നോ റെസ്പെക്ട്, ഈസ് ഈക്വൽ ടു റെഡ് ഫ്ലാഗ്, ഈസ് ഈക്വൽ ടു ടോക്സിക്. ഇതാണല്ലോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സാധനം. ഇതൊക്കെ തന്നെയാണോ ഇത് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ജെൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ് അഡൾട്ട്സ്, ഇപ്പം നമ്മുടെ വർക്കിംഗ് ഫോഴ്സിലൊക്കെ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ലിറ്റിൽ ബി ഓപ്പൺ ആവുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്വയം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ശരിക്ക് ഇപ്പം എന്താ പറയണേ, എന്താ അതിന് പറയാം, ഇപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കണം,
കാലും കെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ക്രൗഡിൽ അത് ഓക്കെ അല്ല. ശരിക്കും നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ടാണോ? അത് നിങ്ങൾ കണ്ടീഷൻഡ് ആയതുകൊണ്ടാണോ? സോഷ്യൽ ആൻസൈറ്റിയുടെ പ്രശ്നമാണോ? എന്താണെന്നൊന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകും. ആദ്യം സ്വയം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് തിരിച്ചറിയുക. എന്നിട്ട് നമുക്ക് ആകാന്നേ. എക്സ്പ്ലോറേഷൻസ് അല്ല. ഇനി സെക്ഷൽ എക്സ്പ്ലോറേഷൻസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും വൺസ് യു ആർ ആൻ അഡൾട്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും പറയാനുള്ളൊരു സ്കോപ്പും ഇല്ല. ബട്ട് ദെൻ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ഫിസിക്കൽ ബോഡി, ഇമോഷണൽ ബോഡി. ഞാൻ ഒരാളോട് പോയി അങ്ങേയറ്റത്തെ പ്രണയത്തിലായി, എന്നിട്ട് ഞാൻ എന്നെ തന്നെ ഫിസിക്കലി ഇമോഷണലി മെൻ്റലി ഡാമേജ് ആക്കുകയാണ്. എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ? സീരിയസ്ലി. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 18 ഇയേഴ്സ് ആകുമ്പോൾ പാരൻറ്റിങ് സ്റ്റോപ്പ് ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ 18 ഇയേഴ്സായി അവർ അഡൽട്ടായി. നമുക്കറിയാം നമ്മളോട് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരും ചെയ്യാത്തവരുണ്ടാവും. അത് ഡിപ്പെൻഡ്സ് ഓൺ എങ്ങനെയാണ് ഒരു ഫാമിലി ഒരു ഹൗസ് ഹോൾഡ് ഉള്ളതെന്നൊക്കെ അനുസരിച്ച്. അപ്പം അവർ സെക്ഷുവലിയും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണെന്ന് നമുക്കറിയാം. ആസ് പാരൻസ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ്? അതിന് മുന്നേക്ക് ശരിയാണ്, അവർ നമ്മളടുത്താണ് എല്ലാം വന്ന് ചോദിക്കുക, നമ്മളടുത്ത് എല്ലാം ചോദിക്കും, നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്കവാറും ഒക്കെ. പക്ഷെ ഒരു 18 ഇയേഴ്സ് ഒന്നും കഴിഞ്ഞാൽ ഒരു സെക്ഷൽ കാര്യങ്ങളൊന്നും പൊതുവേ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഇത് നിങ്ങളുടെ ഇമോഷണൽ ബോഡിക്ക് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ, ഇത് നിങ്ങൾക്ക് ഫിസിക്കലി ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ. അത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ കുട്ടികളുടെ അടുത്ത്? ആക്ച്വലി നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ പഠിക്കേണ്ട കാര്യങ്ങളാണ് വാല്യൂസും. അപ്പോൾ നമ്മൾ ആക്ച്വലി പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് തന്നെ CSE കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ നമ്മൾ വാല്യൂസും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ കുടുംബപരമായി അല്ലെങ്കിൽ സാമൂഹികപരമായി കൾച്ചറലായി ഒക്കെ ഫോളോ ചെയ്യുന്ന കുറേ വാല്യൂസ് ഉണ്ടാവും. അതും കൂടെ ഷെയർ ചെയ്യുക. ഡസൻറ്റ് മീൻ ദറ്റ് അടിച്ചേൽപ്പിക്കുക, ബട്ട് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യണം. ഇപ്പം എപ്പോഴും പറയാറുള്ളൊരു എക്സാമ്പിളാണ്, ഇപ്പം നമ്മൾ ഇൻ്റർകോഴ്സിനെ കുറിച്ചും ഒരു കപ്പിൾ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ ഫസ്റ്റ് റെഫറൻസ് എന്താണ്? അച്ഛനും അമ്മയാണ്. അപ്പം ഞങ്ങൾ എന്ന് പറയുന്നവരാണ് അവരുടെ ബേസ്. അത് നല്ലോണം ഹൈ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ബാധ്യത എല്ലാ പേരൻസിനുണ്ട്. അതായത് അതിനകത്ത് തന്നെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർ ആദ്യം കാണുന്നത്, വളരെ അടുത്ത് നിന്ന് നോക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെയാണ്. അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ ബൗണ്ടറി, അവരുടെ പേഴ്സണൽ റെസ്പെക്റ്റ്, കൺസെൻറ്റ്, ഇതെല്ലാം കുട്ടികൾ കാണുന്നുണ്ട്. അവരുടെ വാല്യൂസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അച്ഛൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ആളാണ്, അമ്മ അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആളാണ്. അങ്ങനെയും എക്സിസ്റ്റ് ചെയ്യാലോ. അച്ഛൻ ഈ പറഞ്ഞ പോലെ 2 റിലീജിയനാണ്, അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നുണ്ട്, അതും എക്സിസ്റ്റ് ചെയ്യാലോ. രണ്ടുപേരും എത്തിസ്റ്റാണ്. കുട്ടിക്ക് ഈ പറയുന്ന പോലെ വേണം, ഇപ്പം ഗ്രാൻഡ് പാരൻസിനൊക്കെ വഴി ചിലപ്പോൾ വേണമെങ്കിൽ ദൈവം റിലീജിയനൊക്കെ പഠിപ്പിച്ച് കൊടുക്കാം. നമ്മളിതൊന്നും ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ ഇതൊക്കെ കോ എക്സിസ്റ്റിംഗ് ആണ് എന്ന് കുട്ടി പഠിക്കണം. ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇന്റർകോഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും വി ക്യാൻ ഹാവ് ഓപ്പൺലി സ്പീക്ക് ആർ ഒരു തോട്ട്സ് ബേസിക്കലി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, കുട്ടാ ഈ ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞത് ഐ ട്രീറ്റ് മൈ ബോഡി വെരി ഹോളി. എനിക്ക് എൻ്റെ ബോഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഞാൻ പ്രഷ്യസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു സാധനമാണ്. ഒരു കമ്മൽ ഒരാൾക്ക് ഉപയോഗിച്ചു മറ്റൊരാൾ അതുപോലത്തെ എനിക്ക് എൻ്റെ ബോഡി പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഡ്രസ്സ് പോലും ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് പറയാം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആയിട്ട് ഞാൻ മാരേജിൽ ഒരാളെ കണ്ടുപിടിക്കുന്നു, അയാളുടെ അടുത്ത് മാത്രമുള്ള കാര്യമാണ്. ഓക്കെ, ഇതൊരു കോൺസെപ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ പറയാം ആക്ച്വലി സ്പീക്കിംഗ് ഈ ഒരു സാധനം നമ്മൾ വളരെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒന്നാണ്. കാരണം നമുക്കറിയില്ലല്ലോ നമ്മൾ ആരാണ് കോമ്പാക്റ്റബിൾ ആവുക എന്നുള്ളത്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഇൻ ടു ദി എക്സ്പ്ലോറേഷൻസ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? പക്ഷേ ഈ പറയുന്ന പോലെ നമ്മളപ്പോൾ ചീത്തയായി പോകുന്നു, നമ്മൾ പലരുടെ കൂടെ പോയി, നമ്മൾ ഡേർട്ടി ആയി, അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന പോലെ തന്നെ മാത്രം എടുത്ത് കൊണ്ടുപോകാം. ദാറ്റ്സ് ഫൈൻ. ഇങ്ങനെയും പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവിടെ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചും നമ്മളെ സേഫാക്കി വെക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും കൂടി പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതേപോലെ ഇംപ്രോപ്പർ പ്രോമിസസ്, അതായത് ചില കുട്ടികൾ നമ്മൾ മറ്റൊരാളുടെ മൂല്യബോധത്തിനെ വിറ്റ് കാശാക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ യു മീറ്റ് എ ഗേൾ ആൻഡ് ഷീ ഈസ് സെയിങ് യുനോ ഐ ലവ് യു, ബട്ട് ദെൻ ഒരു കമ്മിറ്റ്മെൻറ്റ് ആണെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദി ഇൻറ്റിമസി. അപ്പോൾ യു ഹാവ് ടു ബി വെരി ക്ലീൻ. അവിടെ എന്താണ് ഈ ഇൻറ്റിമസി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഇൻ്റർകോഴ്സ് ആണ്. പക്ഷെ ഞാൻ കമ്മിറ്റ്മെൻറ്റ്സിലൊന്നും ഇല്ല, വിശ്വസിക്കുന്നത് ഒരാളാണ്. നമ്മളിപ്പോൾ മീറ്റ് ചെയ്യുന്നു, നമ്മൾ ഇഷ്ടത്തിലാവുന്നു, നമ്മൾ ഫിസിക്കലി ഇൻറ്ററാക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതേസമയം ആ കുട്ടി പറയണം അയ്യോ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇമോഷൻസും കൂടെ ഉണ്ട്, ദെൻ യു ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദർ, ബിക്കോസ് ഇൻ എ വേ ഓർ ദി അതർ യു ആർ ഗോയിങ് ടു പ്ലേ വിത്ത് ദർ ഇമോഷൻസ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്.
നമ്മുടെ കോൺസെപ്റ്റ് ആയിട്ട് ബേസിക്കലി ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് കുട്ടികൾ, കാരണം ഞാൻ ഞാനൊരു സ്ത്രീയാണ്, ഞാൻ എന്നും സ്ത്രീയായിട്ട് സംസാരിക്കുക, എനിക്ക് ഒരിക്കലും പുരുഷനായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ പുരുഷനായ മകനോട് സ്ത്രീ എന്ന നിലയിലുള്ള കോൺസെപ്റ്റ്സ് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ. ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ അപ്പ വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് ഇങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്യുക. ചിലപ്പോൾ ആസ് എ മാൻ അവൻ അങ്ങനെ ആയിരിക്കില്ല ഫീൽ ചെയ്യുക. അപ്പോൾ അവൻ എങ്ങനെയാണ് ഒരു വിമന്റെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാവുക? ഇത് ആക്ച്വലി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഒന്ന് ചിരിച്ചു, ഇടപഴകി, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തു. പണ്ടൊക്കെ നമ്മുടെയൊക്കെ ഒരു ഏജിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ എന്നോട് പ്രേമത്തിലാണെന്ന് ആൺകുട്ടികൾ അങ്ങനെ വിശ്വസിക്കും. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം അങ്ങനെയല്ല. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇസ് ഡിഫറെൻറ്റ്, ഇൻറ്റിമസി ഇസ് ഡിഫറെൻറ്റ്, റിലേഷൻഷിപ്പ് ഇസ് ഡിഫറെൻറ്റ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തെ ഗുണം എന്താ? എനിക്കൊരാളെ കിട്ടി, ഒരു പെൺകുട്ടീനെ കിട്ടി, ഒരു റിലേഷൻഷിപ്പിലായി, വർത്താനം പറഞ്ഞു, അതുകൊണ്ട് ഇമോഷണലി ഞാൻ കമ്മിറ്റഡ് ആയി, അതുകൊണ്ട് ഇൻ്റർകോഴ്സിലേക്ക് വരണമെന്നുണ്ടോ? ഇനി ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആയി, അതുകൊണ്ട് മോറലി ഞാൻ കൺവിക്റ്റഡ് ആവുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് പരസ്പരം ചിന്തിക്കാനുള്ള ഒരു കാര്യം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം. ഞാൻ ഒരിക്കലും പറയില്ല സ്കൂൾ കൊടുക്കണം എന്ന്, ഞാൻ പറയാ പേരൻസ് കൊടുക്കണം തന്നെയാണ്. ഇതുപോലെയുള്ള ഓപ്പൺ കോൺവെർസേഷൻസ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഈ പ്രോമിസ്ഡ് മാരേജ് ആൻഡ് സെക്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ വരുന്നേ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ലേ, നമ്മൾ കളിച്ചിട്ടുണ്ട്. അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ ഇനി ഈ സെക്സ് എന്ന് പറയുന്ന സാധനം എവറി ടൈം ഇറ്റ് ഹാസ് ടു ബി കൺസെൻഷ്യൽ. ഇപ്പം എനിക്ക് 10 കൊല്ലമായിട്ട് അടുപ്പമുള്ള ആളാണ്, ഇന്നലെയും കൂടി ഞാൻ സെക്സ് ചെയ്തതാണ്, എന്നാലും ഇന്ന് ചോദിക്കണം, നമുക്കൊന്ന് ഇന്റർകോഴ്സ് ചെയ്താലോ, ഇസ് ഇറ്റ് ഓക്കെ, നമുക്ക് പെനിട്രേറ്റ് ചെയ്താലോ, ചോദിക്കണം. എന്താ ചോദിക്കാൻ ബുദ്ധിമുട്ട്? അത് പഠിപ്പിക്കണം. ഐ എം സെയിങ് നമ്മൾ ടീച്ച് ചെയ്യേണ്ട കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇൻ പേരൻറ്റിങ്. അത് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഇതൊക്കെ പറയുമ്പോൾ അവർ ചിന്തിക്കും, ഓ എന്നെ ഡേറ്റിങ്ങിന് വിളിക്കുന്നുണ്ട്, ഹി വോണ്ട്സ് ടു സ്ലീപ്പ് വിത്ത് മീ ബട്ട് ദെൻ ഹി ഈസ് നോട്ട് ഇമോഷണലി കമ്മിറ്റഡ്, ഹി ഡസൻ വോണ്ട് ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് മീ, അപ്പം ഞാനത് പോകേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇപ്പം എന്നെ സ്ലീപ്പ് ഓവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു പരിധിവരെയൊക്കെ ഇമോഷണലി നമ്മൾ കമ്മിറ്റഡ് അല്ലേ, അപ്പോൾ പോയ കുഴപ്പമുണ്ടാവില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ഇറ്റ് ഹാസ് ടു ബി കൺസെൻഷ്യൽ. എന്തിനാ വിളിക്കണേ, എന്തിനാ പോണേ, എന്താ ചെയ്യണേ, ബി ക്ലിയർ. അപ്പം നമുക്ക് മറ്റേ സംഭവം വരില്ലല്ലോ. ഇതിപ്പോൾ വെറുതെ ഏതപ്പാ കോതമംഗലം എന്ന് പറയുന്ന പോലത്തെ എക്സ്പ്ലോറേഷൻസ് നടക്കും. ദാറ്റ്സ് നോട്ട് ഫൈൻ. അത് ഓക്കെ അല്ല, സമൂഹത്തിന് ഓക്കെ അല്ല. ഇനി ഇതേപോലെ തന്നെ ഇപ്പോൾ പോൺ അഡിക്ഷൻ അല്ലെങ്കിൽ പോൺ ഒരുപാട് കാണുന്ന ഒരു ടെൻഡൻസി, ഒരു പക്ഷേ ഈ ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് നമുക്ക് അറിയാത്തതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലൊക്കെ യങ്ങർ ഏജിൽ സംഭവിക്കുമായിരിക്കും. ഇപ്പം അത് കുറച്ചും കൂടെ ആക്സസ് കൂടുതലാണ് ബൈ എനി ചാൻസ്. അപ്പോൾ ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഇത് ഒരു പാർട്ട്ണർ വരുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻ കൂട്ടാനോ, അല്ലെങ്കിൽ ഇപ്പം എല്ലാം സെൻസസ് ആണെന്ന് പറഞ്ഞല്ലോ, വിഷ്വലി നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു അത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇൻറ്റിമസീനെ ബാധിക്കുക? നല്ലതായിട്ട് ബാധിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പോൺ ആക്ച്വലി എല്ലാ കാലത്തും ഒരു വില്ലനായിട്ട് തന്നെ ഉണ്ട്. ഇപ്പം അവർക്ക് എത്തിക്കൽ പോൺ ഉണ്ടെന്നും, അല്ലെങ്കിൽ എത്തിക്കൽ പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഡിസൈസും കൂടെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ള പോണുണ്ട്. നമ്മൾ സാധാരണ മെയിൻ സ്ട്രീം പോണിനകത്ത് മെന്നാണല്ലോ, മെന്നിന്റെ ഒരു പ്ലഷർ അല്ലെങ്കിൽ ജസ്റ്റ് അബൌട്ട് ബാക്കി ഓൾ ഫോംസ് ഓഫ് തിങ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ നമ്മളൊന്ന് ഇൻറ്റിമേറ്റ് ആണ് അങ്ങനൊന്നും കാണിക്കുന്നൊന്നുമില്ല. എത്തിക്കൽ പോണിൽ അതെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ബയസ്ഡ് ആവുന്നുണ്ട്. ഇനി അത് കുറെ കണ്ടിട്ട് ജനറലി നമ്മൾ ഫിസിക്കലി ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ പറ്റാത്ത അവസ്ഥകളുണ്ട്. അങ്ങനെയുണ്ട്. പെർഫോമൻസ് ആൻസൈറ്റീസ് ഉണ്ട്. അതായത് വിഷ്വലി മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്കത് പറ്റില്ല, ഫിസിക്കലി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. പിന്നെ ഈ പോൺ കണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വിമൻ പാർട്ണറെ കിട്ടി എന്താ ചെയ്യാന്ന് അറിയില്ല, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ സ്ത്രീ ആയിട്ടുള്ള പാർട്ണർ എക്സ്പെക്ട് ചെയ്യും ഇങ്ങനെ ചെയ്യണം, ബട്ട് ദെൻ ദേ ആർ ലൈക്ക് അതറിയാലോ, ബട്ട് എവിടെ സത്യത്തിൽ അറിയില്ല. അങ്ങനെയുണ്ട്, അങ്ങനത്തെ കേസ് ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ DM-ലൊക്കെ വരുന്ന ക്വറീസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ ഏത് നൂറ്റാണ്ടിലായിരിക്കണേന്ന്. കാരണം ഇപ്പോൾ 19, 20, 21 വയസ്സുള്ള ആൺകുട്ടികളൊക്കെ ചിലപ്പോൾ അവർ മെസ്സേജ് അയക്കും, ഞാനിത് പറയുന്നത് അവരെ മോശക്കാരനാക്കാനല്ല കേട്ടോ, അത്രയും പോലും അറിയാത്ത വിഭാഗം കൂടി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടി പറയാണ്, ഈ ബസ്സിൽ തിരക്കായിരുന്നൊരു സമയത്ത് ആ കുട്ടീനെ ഒരാളുടെ അടുത്ത് പിടിച്ചിരുത്തി. അപ്പോൾ അവൻ്റെ മടിയിൽ ഒരുപാട് ബാഗ് ഉണ്ട്. കാരണം സ്കൂൾ കുട്ടികളുടെ ബാഗ് എല്ലാം ഡെഫിനറ്റ്ലി ഞാനൊക്കെ പിടിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവും. അന്നേരം എന്നിട്ടെന്ന് വെച്ചാൽ അടുത്തിരിക്കുന്ന ചെറുക്കൻ, ഈ മൈറ്റ് ബി എ കോളേജ് ഗായ്,
അവൻ ഈ പറഞ്ഞ പോലെ മടിയിൽ കുറെ ബാഗ് ഉണ്ട്. അപ്പൊ ഇയാള് അവന്റെ പാന്റിനകത്ത് കൈയിട്ടു. ഹി ഡിഡ് സംതിങ് വിത്ത് മൈ വിത്ത് ജെനിറ്റാലിയ. എന്തോ ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായി. ഞാൻ പേടിച്ചു പോയി. കാരണം മൂത്രം ഒഴിക്കുമ്പോൾ എല്ലായിടത്തും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേനും ഇവന് ഇറങ്ങിപ്പോയി. ഇവനപ്പം മൂത്രം ഒഴിച്ചു എന്നുള്ള രീതിയിൽ ഇരിക്കുക. അപ്പത്തിന് ഓരോരോ ബാഗൊക്കെ പോയി. പെട്ടെന്ന് പാൻറ് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അവൻ വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നനഞ്ഞിട്ടുണ്ട്. ബട്ട് അത് അണ്ടർഗാർമെന്റിൽ മാത്രമേ ഉള്ളൂ, ഒരു വൈറ്റ് കളറിലെ സാധനം. ഹി ഡസന്റ് ഈവൻ നോ ദാറ്റ് ഹി ഇജാക്കുലേറ്റഡ്. ദാറ്റ് വാസ് സെമൻ. അത് മനസ്സിലായിട്ട് പോലും ഇല്ല. അപ്പം നമ്മളത് ഇപ്പം ഞാൻ എൻ്റെ പ്രശ്നം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഉത്തരം പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിയില്ല. ഇറ്റ്സ് ഫ്രം എ ഫേക്ക് ഐ ഡി. ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ഇനി അങ്ങനെ അറിയാത്ത ഒരാളോട് ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും, എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? ഇതിന്റെയൊക്കെ ഒരു വക ഒരു അളവുകോൽ നിശ്ചയിക്കുന്ന അതായത് അറിയേണ്ട ആവശ്യമുണ്ട്, പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അറിയുന്നത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഏറ്റെടുക്കണ്ടേ. എൻ്റെ അവനോട് ചോദിച്ച ക്വസ്റ്റ്യൻ, അമ്മ ഇത് അലക്കുമ്പോ അമ്മയ്ക്ക് മനസ്സിലാകുമോ? അതാണ് ക്വസ്റ്റ്യൻ. അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, യു ഹാവ് ടു ഗോ ആൻഡ് ടോക്ക് ടു യുവർ മദർ ഇറ്റ് ദിസ് ഹാപ്പൻഡ്. അല്ലെങ്കിൽ അച്ഛനോട് മിണ്ടണം. അമ്മയ്ക്ക് ഇത് അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചോദിക്കണ്ടേ, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയണം എന്തായാലും. ബട്ട് ഇതിന് മുൻപ് ഇതുപോലെ വൈറ്റ് പാച്ചസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് പേരൻസ്, ഇപ്പം ഞാൻ അങ്ങനെ പറയല്ല, ബട്ട് അമ്മമാരാണല്ലോ എല്ലാം അലക്കുന്നത്. ആരൊക്കെയാണ് സ്വന്തം ഡ്രസ്സ് അലക്കുന്നത്? എത്ര വീട്ടിൽ അലക്കുന്നുണ്ട്? അവരത് കാണുമ്പോഴെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ് ദാറ്റ് യു ആർ ഗ്രോൺ അപ്പ് നോ. ഇപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ അലക്കാൻ എടുക്കുമ്പോൾ പെൺകുട്ടിയുടെ ഡ്രസ്സിൽ ഒരു തുള്ളി ചോര ഉണ്ടെന്ന് നമ്മൾ പോയി പറയില്ലേ? പിന്നെ നമ്മൾ അവരോട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും? ആൺകുട്ടിക്ക് അങ്ങനെ ഒരു ഇത് വന്നാൽ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, 8-9 വയസ്സിലൊക്കെ നമ്മൾ അണ്ടർഗാർമെൻറ്റ്സ് ഒക്കെ അലക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ ചെറിയൊരു പാച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്മ വേഗം വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും, ഓക്കെ ആണല്ലോ, എന്നിട്ട് ഇങ്ങനെ ഒരു പാഡൊക്കെ ബാഗിൽ വെച്ചുതരും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാറില്ലേ? ആൺകുട്ടിക്കും ഇതുണ്ടല്ലോ, ഡോക്ടറുള്ള എമിഷൻസ് ഉള്ളതാണല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ലേ? ഇവിടെ സംസാരിക്കുമ്പോഴാണ് ഈ ബാക്കി എന്താ പറയുന്നത്, അതുപോലെ കുറേ കുട്ടികൾക്കൊന്നും അറിയില്ല ഈ പറയുന്ന പോലെ സെക്സ് എന്താന്ന്, ഇൻഡർകോഴ്സ് എന്താ, സത്യത്തിൽ എന്തോ ചെയ്യുന്നു അറിയില്ല, എങ്ങനെയാ ചെയ്യണ്ടേ അറിയില്ല. രണ്ടും ഉണ്ടെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത്. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു സെക്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ മെന്നാണ് കൂടുതൽ ഈ ഒരു കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ളതും. സ്ത്രീകൾ എപ്പോഴും ഇമോഷണലി ആണ് സെക്സിനെ എടുക്കുന്നത് നമ്മൾ പറയാറുണ്ട്. അപ്പം സ്ത്രീകളിൽ ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് ഇമോഷണൽ ഇൻറ്റിമസി കുറയുന്നതുകൊണ്ട് മാത്രമാണോ, അതോ വേറെ റീസൺസും ഉണ്ടോ? എല്ലാ റീസൺസും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ഇമോഷണലി അവരെ സീ ചെയ്യാതിരിക്കുന്ന സമയത്ത്, അതായത് ദേ നീഡ് ടു ഫീൽ വാല്യൂഡ്, റെസ്പെക്റ്റഡ്, അങ്ങനെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം. ഇങ്ങനെ പറയില്ലേ, ഐ വോണ്ട് ഹിം ടു ഗോ ക്രേസി ഓൺ മീ. ആ സാധനമൊക്കെയാണ് വിമൻ ചിലപ്പോൾ ഇത് പക്ഷെ കുറേ റൊമാൻറ്റിസൈസ് ചെയ്തൊരു കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ അറിയോ, ഈ ഫെമിനിറ്റി ആൻഡ് മാസ്കുലിനിറ്റി എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. ഓക്കെ, എൻ്റെ അടുത്ത് കുറേ മാസ്കുലിൻ എലമെൻറ്റ്സ് ഉണ്ടാവും. ഞാൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പല കാര്യങ്ങൾ ഇങ്ങനെ തൻ്റെ അടുത്തോടു കൂടി സംസാരിക്കുന്നു, ഇതൊക്കെ ഒരു മാസ്കുലിൻ എലമെൻ്റ് ആണ്. അതേപോലെ കുട്ടീനെ നോക്കുന്നത്, അങ്ങനത്തെ എന്തോരം അപ്പന്മാരുണ്ട് ഇല്ലേ? അപ്പം അങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പം അവർ ഈക്വലി പരസ്പര പൂരകങ്ങളാകണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് സ്ത്രീയുടെ ലിബിഡോ കുറയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷൻ്റെ ലിബിഡോ കൂടുതലാണെങ്കിൽ ദാറ്റ്സ് എനി ഹൗ ബാലൻസ്. അല്ലെങ്കിൽ പുരുഷൻ്റെ ലിബിഡോ കുറവാണെങ്കിൽ എന്തോരം മെന്നുണ്ടെന്നറിയോ, ഐ വോണ്ട് ഹർ ടു ടേക്ക് ദ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇതൊക്കെ സത്യത്തിൽ അതാ ഞാൻ നേരത്തെയും പറഞ്ഞത്, വെൻ ഇറ്റ് കംസ് അപ്പ് ടു എ കപ്പിൾ അത് അവർ കണ്ടുപിടിക്കേണ്ടതാണ്. അതിനകത്ത് ഒരിക്കലും ഇന്നത് തന്നെ ആയിരിക്കണം എന്നോ ഇന്നതാവാൻ പാടില്ല എന്നോ ഇല്ല. അപ്പം ഇതൊക്കെ സത്യത്തിൽ ഇതൊക്കെ നമ്മൾ ഈ സെക്സ് എഡിൻ്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ലോ ലിബിഡോന് എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺസ് ഉണ്ടോ? ലോ ലിബിഡോന് ബേസിക്കലി ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും, ഫിസിയോളജിക്കൽ ഇഷ്യൂസ്, എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് വരാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ചിലപ്പം ഹോർമോൺ ടാബ്ലറ്റ്സ്, കോൺട്രസെപ്റ്റീവ്സിൻ്റെ പിൽസ്, ചിലത് പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക സൈക്കാട്രിക് ഡ്രഗ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷൻസിന് സൈഡ് എഫക്ട്സ് ആയിട്ട് കാണാറുണ്ട്. ലോ ലിബിഡോ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് കൂടുതലാവാനും സാധ്യതയുണ്ട് ചില മെഡിക്കേഷൻസ്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഹോർമോണൽ ഇംബാലൻസ് വരും. പിന്നെ അവർ ഇരിക്കുന്ന ഒരു സ്പേസ് കംഫർട്ടബിൾ അല്ലെങ്കിലും ദി ഡോണ്ട് ഫീൽ ഇമോഷണലി ഇറോട്ടിക് തോന്നില്ല. ഓക്കെ, ഈ ഇപ്പം വീട്ടിൽ കുക്ക് ചെയ്യാനും പിള്ളേരുടെ കാര്യം നോക്കാനും മാത്രം മതി എന്നെ എന്ന് പറയുന്നവർ ആ ഒരു ഫീലിങ്ങിൽ എവിടെയാണ്?
പെയിൻഫുൾ ആയിട്ടുള്ള സെക്സ് നോർമലാണോ? ആക്ച്വലി സെക്സ് ആൻഡ് പെയിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത് കണക്ഷൻ തന്നെ നോർമലൈസ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നല്ലപോലെ എന്താ പറയുക ലൂബ്രിക്കേഷൻ ഉണ്ട്, റിലാക്സ്ഡ് ആണെങ്കിൽ അങ്ങനെ പെയിൻ ഇല്ലാത്തൊരു സാധനമാണ് സെക്സ്. ഓക്കെ. സെക്സ് പെയിൻഫുൾ അല്ല. ഓ. അങ്ങനെ ഇപ്പം ആണ് ഇൻ സം കേസസ്, ബട്ട് ദെൻ ജനറലൈസ് ചെയ്ത് ഇറ്റ്സ് ഓൾവേസ് പെയിൻഫുൾ. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും പെയിൻ ഇല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല സെക്സ്. ഓക്കെ. ഇഫ് യു ഡോണ്ട് ഇപ്പം നല്ലപോലെ നമ്മുടെ ബോഡി റെഡിയല്ല, നമ്മൾ ഇതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. യു നോ വെൻ യു ഗെറ്റ് ഇൻ ടു എൻ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് യുവർ ബോഡി കമ്മ്യൂണിക്കേറ്റ് ടു യു. നമ്മുടെ ബോഡി ആക്ച്വലി പറയുന്ന പോലെ നമ്മുടെ എനർജി ഫ്ലോയുടെ കോൺസെപ്റ്റ് പറയില്ലേ, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് എനർജീസ്. അതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ലൂസ് ആവില്ലേ, ഭയങ്കരമായിട്ട് കാലസ് ആയിട്ട് ഇങ്ങനെ ഒഴുകും, ഫ്ലോയിങ് ബോഡി ആയിരിക്കും എന്ന് പറയുമ്പോൾ വി ആർ ആക്ച്വലി എൻജോയിങ് ദറ്റ് പ്രോസസ്, വി ആർ ഇൻ ടു ദാറ്റ്. അപ്പോൾ നമുക്ക് ലൂബ്രിക്കേഷൻസ് ഉണ്ട്, ദെൻ ദ സെക്സ് ഇസ് നോട്ട് പെയിൻഫുൾ. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മൾ പിടിച്ച് വലിച്ച് ബലമായി ഫോഴ്സ്ഫുള്ളി, ഇപ്പോൾ റേപ്പ് ഫോഴ്സ്ഫുള്ളിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല ഇതെങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. അപ്പം നമുക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും, ടയേഴ്സ് ഉണ്ടാവും, ചെറിയ ബ്രൂസസ് ഉണ്ടാവാം, പെയിൻ ഉണ്ടാവും, പെനട്രേഷൻ ഒക്കെ പെയിൻഫുൾ ആയിട്ട് തോന്നും. ദാറ്റ് ഇസ് ബിക്കോസ് യു ആർ നോട്ട് റെഡി. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ഫോർ പ്ലേ, നമ്മുടെ എന്താ ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞപ്പോൾ മുതൽ ഫോർ പ്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി എന്ന് സംസാരിച്ചു തുടങ്ങിയൊരു വിഷയമല്ലേ ഫോർ പ്ലേ. അതാ ഞാൻ പറഞ്ഞേ, പെനിട്രേഷൻ ഇസ് ഫോർ മെൻ നോട്ട് ഫോർ വിമൻ. ഈ വെജാനൽ പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ലൂബ്രിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ് ദ അതർ പാർട്ട്ണർ. ഓക്കെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ വന്ന് പറയാറുണ്ട്, ഇപ്പം നമ്മൾ ക്ലാസ്സസിനൊക്കെ പോകുമ്പോൾ സാറുമാർ പഠിപ്പിച്ചിരുന്ന കാര്യം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ, ചില മെൻ ദേ ആർ നോട്ട് റിയലി, ദേ ഡോണ്ട് വാണ്ട് ടു ഡു എനിത്തിങ്, അവർക്ക് പെനിട്രേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും? എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമുക്കിങ്ങനെ ഈ പറയുന്ന പോലെ സ്വപ്നങ്ങളിൽ മാത്രം എന്നൊക്കെ പറയുന്നത് മാറണം കേട്ടോ, മാറരുതെന്നല്ല ഞാൻ പറയണേ. അപ്പം നമ്മൾ പറയും യു ഹാവ് ടു ഗെറ്റ് റെഡി. അപ്പം ചിലപ്പം അവർ ഡോക്ടേഴ്സ് തന്നെ പറയും ഒന്ന് മാസ്റ്റർബേറ്റ് ചെയ്തിട്ട് അപ്പോൾ യു ആർ റെഡി. നമ്മൾ നമ്മുടെ ബോഡീനെ റെഡി ആക്കിയതിന് ശേഷം ഈ പറയുന്ന പോലെ ചില ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് പ്രായമുള്ളവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വിമൺ ആണെങ്കിലും പറയും നമ്മുടെ അടുത്ത് സെക്സ് അവർക്ക് ഇൻ്റർകോഴ്സ് വേണം, ബട്ട് ദെൻ ഭയങ്കര വിഗറസ് ആണ്, വേറെ ഒന്നും ഇതാവില്ല, വരിക അങ്ങോട്ട് പെനിട്രേറ്റ് ചെയ്യുക അങ്ങനെയുള്ളൂ, ഭയങ്കര പെയിൻഫുൾ ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ അപ്രോച്ചസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഒരു 10 to 15 years ഒക്കെ ആയിട്ടുള്ള ഒരു കപ്പിളിനെ എടുത്ത് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇൻഫിഡിലിറ്റി അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് തന്നെയല്ല, അങ്ങനത്തെ ഒരു ഇവൻറ്റ് കഴിയുമ്പോൾ ഇൻറ്റിമസി ഭയങ്കരമായിട്ട് ഫെയ്ഡ് ആവുന്നത് പോലെയും അത് പിന്നെ റിവൈവ് ചെയ്ത് വരാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പോലെയും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനറലി. അപ്പോൾ എങ്ങനെയാണ് ഒരു ആഫ്റ്റർ അങ്ങനത്തെ ഒരു, അതായത് ഒരു ക്രാക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് നമ്മളത് റീബിൽഡ് ചെയ്യുക ഒരു ഇൻറ്റിമസി? ബീങ് കംപ്ലീറ്റ്ലി ഓപ്പൺ. അതാണ് നമുക്കിവിടെ ഈ ഇൻഫിഡിലിറ്റി പറയുമ്പോഴും നമുക്ക് ട്രസ്റ്റ് ആണല്ലോ പോയത് അല്ലേ, പിന്നെ അത് ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യണം. അതിനകത്ത് ഈ പറയുന്ന പോലെ എത്ര സമയം എടുക്കുമെന്നോ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നോ ഒരു ഐഡിയ ഇല്ല. നമ്മളെ ഒരു റൂൾ ബുക്കാണ് ജസ്റ്റ് ബി ഓപ്പൺ. ഓക്കെ. ഓൾ ഓപ്ഷൻസ് ഓപ്പൺ. എന്തിനാണ്? എന്തൊക്കെ ഞാൻ ചെയ്യുന്നു അതെല്ലാം പരസ്പരം അറിഞ്ഞിട്ടേ ഉള്ളൂ. എല്ലാത്തിനും പെർമിഷൻ എടുക്കും. മനസ്സിലായോ? ഓപ്ഷൻ, OPTION, ടൈം. എത്ര ടൈം എന്നില്ല, ഏത് സമയത്തേക്കും ഇത് ഓപ്പൺ ആയിട്ട് തന്നെ വെക്കുക. ഇൻറ്റിമേറ്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻറ്റ് ഇൻറ്റിമേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ജെനുവിനായി ഇപ്പോൾ ഒരാളെ കണ്ടു, ഇപ്പം ഈ ഒരു ഇൻഫിഡിലിറ്റി കഴിഞ്ഞു എന്നായിരിക്കും, പുറത്ത് പോയി ഒരാളെ കണ്ടപ്പം എടാ വളരെ ട്രൂലി ഇൻ്റലിജൻ്റ് ആയിട്ട് ഇൻറ്റിമേറ്റ് ആയിട്ട് ഇരിക്കുക, എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ എന്ന് പോലും പറയാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. നിങ്ങളവിടെ നോക്കിയോ? അപ്പോൾ എന്തിനെ ഇല്ല ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ഒരു തവണ കട്ടുപിടിച്ച പൂച്ചയാണ് എന്നായിരിക്കും ആദ്യം വരാൻ മനസ്സിൽ. പക്ഷെ അതിന് മുൻപ് തന്നെ നമ്മൾ തന്നെ പറയണം, അങ്ങനെ ഞാൻ നോക്കിയിട്ടാ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടേ, സോറി. അപ്പോൾ നമുക്ക് പറയില്ലേ അത് കുഴപ്പമില്ല, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെയാണ് ക്ലാരിഫിക്കേഷൻ വരിക. അങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഗ്രൗണ്ട് റൂളാണ്, ഒരു തവണ ഇങ്ങനെ ഇത് പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം വിമൺ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ, ഇത് പറയും. ചിലപ്പോൾ അവസാനം വരെയും പറയും.
ചില ആൾക്കാരുണ്ട് മാം 8 കൊല്ലം മുൻപ് ഒരു തവണ ഒറ്റ യാ തവണ സംഭവിച്ചതാണ്. ഡസ് ദാറ്റ് യൂഷ്വലി ഹാപ്പൻ വിത്ത് വിമൻ? പെണ്ണുങ്ങളാണോ എപ്പോഴും അതെ. നിങ്ങൾ അന്ന് അത് ചെയ്തില്ലേ എന്ന് പറയാ? അതെന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ബീങ്സ് അല്ലേ, നമുക്ക് അത്രയും കൂടെ എനർജി അല്ലേ, ഫിസിക്കൽ അങ്ങനെ അല്ലല്ലോ. നമുക്ക് ഈ എന്റേതായിരുന്നു, നമുക്ക് ആക്ച്വലി അത് പൊസഷനാ സത്യത്തിൽ. പക്ഷെ ആണുങ്ങൾ അത് പെട്ടെന്ന് വിടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇവന്റ് ഉണ്ടായാലും they'll take a decision either നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത് വിട്ടിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ വെക്കുന്ന പോലെ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വിട്ടു പോവാനും പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഇത് എപ്പോഴും ഉള്ളിൽ കിടക്കും. ഒരു കുഞ്ഞ് ട്രിഗർ വരുമ്പോഴേക്കും ഇത് വീണ്ടും പുറത്ത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യേ, മെൻ അങ്ങനെ ചെയ്യുമ്പോൾ വിമണിന് തോന്നാറുള്ളത് എനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണെന്ന്. അപ്പുറത്ത് വരുമ്പം അവരങ്ങനെ ചിന്തിക്കൂല, എടുക്കുന്നില്ല. അവൾക്കൊരു എല്ല് കൂടുതലായതുകൊണ്ടാണ് പറയുള്ളൂ. അല്ലാതെ എനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ്, അവളെ ഞാൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ്, അത് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം അതാണ് ബേസിക്കലി. മറ്റേടത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളിതൊക്കെ ചെയ്തിട്ടും ഇത് ചെയ്തില്ലേ എന്നുള്ളതായിരിക്കും. എനിക്കെന്തോ ഞാൻ എന്തോ മിസ്സാക്കിയില്ലേന്നൊരു സാധനം ഉള്ളിന്ന് വരും. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇനിയും എനിക്ക് തോന്നുന്നു ഇനിയും മണിക്കൂറുകളോടെ നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. പക്ഷേ ഇത് കാണുന്നവർക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റും എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം. ബിക്കോസ് നമ്മളെല്ലാവരുടെയും ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രിഫറൻസ് അല്ലാതിരിക്കുന്ന ഒരു ഏരിയയാണ് പലപ്പോഴും ഈ ഇൻറ്റിമസി ഒക്കെ. നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടാവാം, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞിട്ടാവാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഏരിയയാണ്. അവരവിടെ ഉണ്ടല്ലോ. സോ വി ഹാവ്, പക്ഷെ അങ്ങനെ ഒരു സമയം നമുക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ. ഇപ്പോൾ എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ മാനേജ് ചെയ്യുന്നു അത് മാത്രമാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക. നാളെ നമ്മൾ ഉണ്ടോ ഇല്ലേന്ന് പോലും നമുക്കറിയില്ല സത്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പൊതുവെ സംസാരിക്കാനൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരു എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു ലൈഫ് കോച്ച് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചിൻ്റെ അടുത്തൊക്കെ വരാൻ തന്നെ അത്രയും വലിയൊരു ട്രബിളിലാവുമ്പോഴേ അവർ വരുള്ളൂ. അല്ലാതെ ഒരു സ്ലൈറ്റ് ഒരു ഡീവിയേഷൻ ഒന്നും അവർ ഓക്കെ ഇത് നമ്മൾ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലൊക്കെ പറയും, ചിലർ അതും പറയില്ല, ചിലർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് എനിക്ക് തോന്നുന്ന ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ആൻഡ് യുവർ ഇൻസൈറ്റ്സ്. താങ്ക്സ് എ ലോട്ട്. തണുപ്പുള്ളപ്പോഴാണ് പുതപ്പിന്റെ ആവശ്യം എന്ന് നമ്മളെപ്പോഴും പറയും. നമുക്ക് ഒരു നീഡ് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ ആരും തന്നെ ഹെൽപ്പ് എടുക്കുക. നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പോയി ചോദിക്കുമ്പം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അവരുടെ തോട്ട്സ് ആയിരിക്കും, അവരുടെ പെർസ്പെക്റ്റീവ്സ് ആയിരിക്കും. അതായിരിക്കണം എന്നില്ല നിങ്ങൾക്ക് തോന്നണം. അതുകൊണ്ട് പ്ലീസ് ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ് ആൻഡ് മേക്ക് ഷുവർ ഹി ഓർ ഷീ ഈസ് എ ക്വാളിഫൈഡ് പേഴ്സൺ. അതാണ് അത്രേ ഉള്ളൂ. അത് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ആൾക്കാർ പലരും ഇപ്പോൾ വെന്റ് ഔട്ട് അങ്ങനത്തെ കാര്യത്തിനൊക്കെ വന്നിട്ട് അവർ ചോദിക്കാറുണ്ട് ആരോട് പറഞ്ഞാലും ഓക്കെ അല്ലേ. ആസ് ഇൻ ഇപ്പം എനിക്ക് ഹസ്ബൻഡുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി, എൻ്റെ അമ്മയോട് പറഞ്ഞാൽ ഓക്കെ അല്ലേ. ഞാൻ പറയുന്ന അവർക്ക് എല്ലാവർക്കും നമ്മളെക്കുറിച്ചൊരു പ്രീ ജഡ്ജ്മെൻ്റ് ഉണ്ടാവും. നമ്മൾ അതെ ഈ ആൾ ഇപ്പം ഷിബ്ല ഇങ്ങനെയുള്ള ഒരാളാണ്, അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് വെച്ചാണ് അവർ നിങ്ങൾ പറയുന്ന പ്രശ്നത്തിനെയും കാണുന്നത്. പക്ഷേ നമ്മളിപ്പം നേരത്തെ സംസാരിച്ചപ്പോൾ അമൃത പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും അവർക്ക് എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുക. അത് ഡെഫിനറ്റ് ആയിട്ടും ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പം തെറപ്പിസ്റ്റ് വിൽ നോട്ട് ജഡ്ജ് യു, അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് തരില്ല, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അങ്ങനെയില്ല. വി ആർ ട്രെയിൻഡ് പ്രൊഫഷണൽസ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ ടൈം ആൻഡ് ഗുഡ് ക്വസ്റ്റ്യൻസ് ഓൾസോ. താങ്ക് യു. ഒരെണ്ണം കഴിഞ്ഞു. മട്ടേന്റെ കൺക്ലൂഷൻ പറയണോ? അതെന്തായിരുന്നു? ഇതിപ്പോ നല്ല പണിയായിരിക്കും അല്ലേ, ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് രണ്ടും മാറ്റി 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 പാക്ക് ചെയ്യേണ്ട വരും. വിസറിന് നല്ല ഇഷ്ടമാണോ ചെയ്യാൻ? ശരിയാണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അതിന്റെ കൺക്ലൂഷൻ പറയാം കേട്ടോ. ഇതെങ്ങനെ പറയാ? അതെന്തേലും നമ്മൾ കപ്പിള് എന്താ ഫൈറ്റ് ചെയ്യണേ? അത് നമ്മൾ പറഞ്ഞില്ലേ? അതായത് ഇപ്പം നമ്മൾ ടോട്ടലി പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ പോയിന്റാണ്. എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം. പിന്നെ വൈ ഡു പീപ്പിൾ ഫൈറ്റ് എന്നുള്ളതായിരുന്നു നമ്മളൊരു മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക്. അപ്പോൾ അതിന് നമുക്ക് കിട്ടിയ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്ന് വരുന്ന രണ്ട് പുഴയായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രണ്ട് പുഴയും ചേരുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഫൈറ്റൊക്കെ. ഇത് കഴിഞ്ഞും ഒരുമിച്ച് പോകാൻ പറ്റുന്ന പോലെയുള്ളൊരു ഫ്ലോ നമ്മൾ ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഫൈറ്റ് ചെയ്യാത്തവൻ ആരുമില്ല. ആൻഡ് ഫൈറ്റ് ചെയ്യാത്ത റിലേഷൻഷിപ്സ് അല്ല. അത്
എന്ത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു പ്രശ്നം വന്നാൽ അത് സോർട്ട് ചെയ്യുമ്പോഴാണ് എല്ലാ ബോണ്ടും കുറച്ചും കൂടെ ഇതാവുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് കേൾക്കുന്ന ആൾക്കാർക്കും അത് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പണ്ടിങ്ങനെ വീട്ടിലൊക്കെ പറയില്ലേ, നിന്നെ എനിക്കിനി നിന്നെ വേണ്ട, നീ ഇറങ്ങിപ്പോയിക്കോ. ഈ എന്താ വാക്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല. ഇല്ല. നമ്മൾ ആ ഒരു സമയത്തെ ആ ഒരു മൂച്ചിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ദേഷ്യത്തിന്റെ ആ ഒരു പരകോടിയിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിനെ അതായിട്ട് മാത്രം എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇമോഷന്റെ സമയത്ത് സംസാരിക്കരുതെന്ന് പറയുന്നത്. ഡിസിഷൻസ് എടുക്കരുത്, ഡിസിഷൻസ് സംസാരിക്കരുത് അത്രേ എന്നൊക്കെ ഉള്ളൂ. പറയും. നീ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അന്ന് അങ്ങനെ പറഞ്ഞു, അതാ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് രണ്ട് കാതുണ്ട്. ദേഷ്യത്തിന്റെ സമയത്ത് പറയുന്ന ചില കാര്യങ്ങൾ അത് കേൾക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ രണ്ടാളും ജയിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒഴുകേണ്ടതുണ്ട്. പക്ഷെ ഒഴുകണമോ വേണ്ടയോ എന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം. ഒരുമിച്ചാവണോ ഒഴുകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്തേ ഒഴുകാൻ പറ്റുള്ളൂ. ഇത് എവിടുന്ന് രണ്ടെണ്ണം വന്നാലും ചെറിയൊരു ചെറുക്കെങ്കിലും ഉണ്ടാവാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. Yeah. അതുകൊണ്ടല്ലേ വേവ്സ് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അതെ, അതിനൊരു ബ്യൂട്ടി ലെറ്റ്സ് ആക്ച്വലി ഫൈറ്റ്. ആക്ച്വലി ലെറ്റ്സ് ലേൺ ടു ഫൈറ്റ്. അതിനും പഠിക്കണം എന്നുള്ളതാണ് അല്ലേ. പഠിക്കണം, വഴക്കുണ്ടാക്കാനും പഠിക്കണം, പഠിപ്പിക്കണം. ബീങ് എ പാരന്റ്, നമ്മൾ രണ്ടുപേരോട് ഞാൻ തന്നെ പറയാം, ലെറ്റ്സ് ഫൈറ്റ്. വഴക്കുണ്ടാക്കാൻ പഠിപ്പിക്കണം. എങ്ങനെ വഴക്കുണ്ടാക്കണം എന്നുള്ളത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. തീർച്ചയായിട്ടും.